ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മള് ഇന്ന് ഒരു പുതിയൊരു ബാച്ച് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യപ്പെടുക അല്ലെ. അതായത് നോർസെറ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് നടത്തപ്പെടുക. അപ്പൊ നിങ്ങൾക്കറിയാം, സാധാരണ PSC പോലുള്ള എക്സാം അല്ല നോർസെറ്റ് എക്സാം. കുറച്ച് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ 2 ഫേസ് ആയിട്ടാണ് എക്സാം നടത്തുക അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം. പിന്നെ അതുകൂടാതെ പ്രിലിമിനറി നമുക്കറിയാം 5 സെക്ഷൻസ് ആയിട്ടായിരിക്കും നടത്തപ്പെടുക അല്ലെ. അതായത് 18 മിനിറ്റിന്റെ 5 സെഷൻസ് ആയിട്ടായിരിക്കും നടത്തപ്പെടുക. സോ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അതായത് ആ എക്സാം കോൺഫിഡന്റ് ആയിട്ട് എഴുതാനുള്ള ഒരു ഒരുക്കം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ഓരോ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് കൂടാതെ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻസ് എന്നുള്ള റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബേസിക്കലി സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നുക ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സോ അവർ ശരിക്കും അങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ ചോദിക്കുക. അപ്പം അത് സിസ്റ്റമാറ്റിക്കലി നമ്മളത് പഠിക്കുകയാണെങ്കിൽ, സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നടത്തുന്നുണ്ട്, അതുകൂടാതെ ഇതുപോലെ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതില് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. അതായത് ക്വസ്റ്റ്യൻസ് ആസ് സച്ച് നമുക്ക് PSC യിലൊക്കെ കിട്ടുന്ന പോലെ ക്വസ്റ്റ്യൻസ് ആസ് സച്ച് നമുക്ക് കിട്ടില്ല അല്ലെ. അപ്പൊ കുറെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഈ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയുന്ന പോലെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ 100% എഫേർട്ട് നിങ്ങൾ ഇടുക. നമ്മൾ അതുപോലെ നമ്മുടെ സൈഡിൽ നിന്നുള്ള 100% എഫേർട്ട് ഇടുന്നതായിരിക്കും. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാർഡിയോളജിയിൽ നിന്നുള്ള ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ് ഈ കാർഡിയോളജിയിൽ നിന്നുള്ള ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. കാരണം അവിടെ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്കത് സിസ്റ്റമാറ്റിക്കലായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാവേ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കണ്ടീഷൻ ഷോൺ ഇൻ ദിസ് ഫോട്ടോഗ്രാഫ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ കേട്ടോ. എന്താണെന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ECG ഫൈൻഡിങ് ആണ് അല്ലേ. സോ നോക്കിക്കേ, കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ എൻലാർജ് ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, മനസ്സിലാവുന്നുണ്ടോ? എന്താണ് നമ്മളൊക്കെ ഉറങ്ങിയിട്ട് ഇങ്ങനെ എഴുതുന്ന പോലെ ഉണ്ട് അല്ലേ. സോ ഇത് എന്ത് ഫൈൻഡിങ് ആണ് ECGയുടെ? ഇത് നമ്മൾ പറയാറുണ്ട് ടോർസാഡീസ് പോയിന്റ് അല്ലെ, ടോർസാഡേ പോയിന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇതാണ് ആ ഒരു കണ്ടീഷനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. സോ ചോദിച്ചേക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഈ ടോർസാഡേ പോയിന്റ് നമുക്ക് കാണാൻ കഴിയാത്ത ഡിസോർഡർ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ലൈക്ക് ഹൈപ്പോകാൽഷ്യമia, ഹൈപ്പോനട്രീമിയ, ഹൈപ്പോകലീമിയ, അതുകൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, ഹൈപ്പോമഗ്നീഷ്യമia കേട്ടോ, ഹൈപ്പോമഗ്നീഷ്യമia. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ ഇതിലേതിലാണ് നമുക്ക് ഈ ടോർസാഡേ പോയിന്റ് നമുക്ക് കാണാൻ കഴിയാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏത് കണ്ടീഷനിലായിരിക്കും ഇത് കാണാത്തത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ടോർസാഡേ പോയിന്റ് കാണുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഗസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് കഴിയും അല്ലെ. അതായത് നമുക്ക് സാധാരണ ECG അബ്നോർമാലിറ്റീസ് വരുന്നത് ഈ ഹൈപ്പോകാൽഷ്യമയിൽ വരാറുണ്ട്, പിന്നെ ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയയിൽ വരാറുണ്ട്, ഹൈപ്പോമഗ്നീഷ്യമയിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഹൈപ്പോനട്രീമിയയിൽ നമ്മൾ അധികം ECG ചേഞ്ചസ് അങ്ങനെ കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ നോക്കിയേ, ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇവിടെ ഹൈപ്പോനട്രീമിയ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഹൈപ്പോനട്രീമിയയിലാണ് ഈ ഒരു ടോർസാഡേ പോയിന്റ് നമുക്ക് കാണാൻ കഴിയാത്തത് കേട്ടോ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാവേ. അപ്പൊ ടോർസാഡേ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ടൈപ്പ് ഓഫ് പോളിമോർഫിക് വെൻട്രിക്കുലർ ടക്കികാർഡിയ അല്ലെ. നമുക്കറിയാം വെൻട്രിക്കുലർ ടക്കികാർഡിയയുടെ ECG ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ വരുന്ന ഡിസ്കഷനിലൊക്കെ കാണിക്കും. സോ വെൻട്രിക്കുലർ ടക്കികാർഡിയ പല തരത്തിലുണ്ട് അല്ലെ. മോണോമോർഫിക് ഉണ്ട്, അതായത് ഒരുപോലെ തന്നെ വരുന്ന പാറ്റേൺസ് അല്ലെ. ഒരുപോലെ വരുന്ന പാറ്റേൺസിനാണ് നമ്മൾ എന്ത് പറയുക? മോണോമോർഫിക് അല്ലെ. മോണോമോർഫിക് വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറയുക. സപ്പോസ് നോക്കിയേ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ആ ഒരേ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയും മോണോമോർഫിക് വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറയും. പക്ഷേ ഇത് അങ്ങനെയല്ല അല്ലെ. ടോർസാഡേ പോയിന്റ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പല മോർഫോളജിയിലുള്ള ഇമേജസ് അല്ലെങ്കിൽ പിന്നെ ട്രേസിങ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലെ. സോ ഇതൊരു ഒരു ടൈപ്പ് ഓഫ് പോളിമോർഫിക് വെൻട്രിക്കുലർ ടക്കികാർഡിയ ആണെന്ന് ഓർക്കട്ടോ. പോളിമോർഫിക് വെൻട്രിക്കുലർ ടക്കികാർഡിയാണ് ടോർസാഡീസ് പോയിന്റ് എന്ന് പറയുക. ക്യാരക്ടറൈസ്ഡ് ബൈ ട്വിസ്റ്റിംഗ് QRS കോംപ്ലക്സ് അറൗണ്ട്
ഐസോ ഇലക്ട്രിക് ലൈനിന്റെ ECG, നമ്മുടെ ECGയുടെ ഐസോ ഇലക്ട്രിക് ലൈൻ നമുക്കറിയാം. സോ അതിന്റെ അറൗണ്ട് ആയിട്ട് എന്താ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള QRS കോംപ്ലക്സ് അല്ലെ, ഇതാണ് എന്താ ഐസോ ഇലക്ട്രിക് ലൈൻ. അതിന്റെ അറൗണ്ട് ആയിട്ട് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള QRS കോംപ്ലക്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനാണ് നമ്മൾ എന്ത് പറയുക, അതിനാണ് നമ്മൾ ഈ എന്താ ടോർസാഡി പോയിന്റ്, അതായത് പോളിമോർഫിക് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയാണ് നമ്മൾ ടോർസാഡി പോയിന്റ് എന്ന് പറയുക. സോ നെയിം മീൻസ് ഇതിന്റെ അർത്ഥം എന്താണ്, ഈ ടോർസാഡി പോയിന്റിന്റെ അർത്ഥം എന്താണ്, ട്വിസ്റ്റിംഗ് ഓഫ് ദ പോയിന്റ്സ് നമ്മളിങ്ങനെ വലിച്ചു മുറുക്കി അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് എന്താ ഈ ടോർസാഡി പോയിന്റിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഒരു ഫ്രഞ്ച് ടെർമിനോളജി ആണ് കേട്ടോ, ഇതൊരു ഫ്രഞ്ച് ടെർമിനോളജി ആണെന്ന് ഓർക്കാം. ഇനി നോക്കി ഏതൊക്കെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് ആണ് ഈ ടോർസാഡി പോയിന്റ് കാണുക, അല്ലെങ്കിൽ ഈ ടോർസാഡി പോയിന്റ് കോസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആസ് സച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഏതൊരു നഴ്സിംഗ് എക്സാമിന് പോയി കഴിഞ്ഞാലും ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ. നോക്കിയേ, ഹൈപ്പോകലീമിയയിൽ കേട്ടോ, ഹൈപ്പോകലീമിയയിൽ ടോർസാഡി പോയിന്റ് ഉണ്ടാകും. ഹൈപ്പോ മെഗ്നീഷ്യമ എന്ന് വെച്ചാൽ എന്താണ്, സിറം മെഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നു കേട്ടോ, അവിടെ എന്താണ് ടോർസാഡി പോയിന്റ് ഉണ്ടാകും. ഹൈപ്പോ കാൽസീമിയ നമുക്കറിയാം, ഹൈപ്പോ കാൽസീമിയയിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നുണ്ട്, അവിടെയും എന്താണ് ഈ ടോർസാഡി പോയിന്റ് കേട്ടോ, ടോർസാഡി പോയിന്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മാനേജ്മെന്റ് എന്താണ് വരിക, അതായത് ടോർസാഡി പോയിന്റ് ഇപ്പം ഒരു പേഷ്യന്റ് ഉണ്ട് എങ്കിൽ ചോദിക്കാം കേട്ടോ, ഇങ്ങനെ ഒരു ECG തന്നിട്ട് ചോദിക്കാം, ഈ കണ്ടീഷൻ എങ്ങനെ മാനേജ് ചെയ്യാം ചോദിക്കാം കേട്ടോ. നോക്കിയേ, ഇപ്പൊ ടോർസാഡി പോയിന്റ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഇതൊരു എമർജൻസി കണ്ടീഷൻ ആണ്, നമുക്ക് IV മെഗ്നീഷ്യം സൾഫേറ്റ് കേട്ടോ, IV മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. ഇത് ഫസ്റ്റ് ലൈൻ തെറാപ്പിയാണ്. ഈവൻ ഇഫ് ദ മെഗ്നീഷ്യം ലെവൽ ഈസ് നോർമൽ, പേഷ്യന്റിന്റെ നോക്കിയ പേഷ്യന്റ് സിറം മെഗ്നീഷ്യം കേട്ടോ, പേഷ്യന്റ് സിറം മെഗ്നീഷ്യം നോർമൽ ആണെങ്കിൽ പോലും പേഷ്യന്റ് ടോർസാഡി പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ IV മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. അത് കൂടാതെ ടെമ്പററി പേസിംഗ് കേട്ടോ, ടെമ്പററി പേസിംഗ് നമുക്ക് ചെയ്യാം. പിന്നെ ഐസോപ്രോട്ടീനോൾ സാധാരണ നമുക്ക് കൊടുക്കാം, അതായത് ഈ ബ്രാഡികാർഡിയ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ടോർസാഡി പോയിന്റ് ആണ് എങ്കിൽ നമുക്ക് ഐസോപ്രോട്ടീനോൾ കൊടുക്കാം. കൂടാതെ പേഷ്യന്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ കേട്ടോ, പേഷ്യന്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് ഡീഫിബ്രിലേഷനും ചെയ്യാം. ഏത് കേസിലാണ്, ടോർസാഡി പോയിന്റ്. അപ്പൊ ഡ്രഗ് ഓഫ് ചോയ്സ് നിങ്ങൾ ഓർക്കുക, മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് എന്ന് ഓർക്കുക കേട്ടോ. നമുക്കപ്പം ഈ ടോർസാഡി പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ECGയുടെ കുറച്ച് ബേസിക്സ് അറിയണം അല്ലേ. അപ്പൊ ECGയുടെ വേവ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. നോക്കിയേ, P വേവ് ഉണ്ട്, പിന്നെ QRS വേവ് ഉണ്ട്, പിന്നെന്താണ് T വേവ് ഉണ്ട് അല്ലെ. അതുകൂടാതെ കുറച്ച് സെഗ്മെന്റ്സ് ഉണ്ട്, കോംപ്ലക്സ് ഒക്കെ ഉണ്ട് അല്ലെ. നമുക്ക് നോക്കാം. സോ P വേവ് എന്താണ്, P വേവ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചോദിക്കും, എട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെ, എട്രിയൽ ഡീപോളറൈസേഷൻ ആണ് കേട്ടോ, ഡീപോളറൈസേഷൻ ആണ് ഈ P വേവ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. QRS സെഗ്മെന്റ് ആണെങ്കിലോ, QRS സെയിം ആണ്, എന്താണ് പക്ഷെ വെൻട്രിക്കുലർ അല്ലെ, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ് നമ്മുടെ QRS കോംപ്ലക്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും T വേവ് ആണെങ്കിലോ, T വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ, ഇമ്പോർട്ടന്റ് ആണ്, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ കേട്ടോ. ഇതാണ് നമ്മുടെ എന്താണ് സെഗ്മെന്റ്സ്, നമ്മുടെ വേവ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. QRS കോംപ്ലക്സ്, P വേവ്, പിന്നെ T വേവ്. അതുകൂടാതെ നോക്കിയേ, നമുക്കൊരു PR ഇന്റർവെൽ ഉണ്ട് അല്ലെ, PR ഇന്റർവെൽ നോക്കിയേ, അതായത് സ്റ്റാർട്ടിങ് ഓഫ് P വേവ് മുതൽ സ്റ്റാർട്ടിങ് ഓഫ് QRS കോംപ്ലക്സ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇതിനാണ് നമ്മൾ PR ഇന്റർവെൽ എന്ന് പറയുക. ഇതിന്റെ ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ്, 0.1 to 0.2 സെക്കൻഡ് ആണ് കേട്ടോ, 0.1 to 0.2 സെക്കൻഡ് ആണ് ഈ PR ഇന്റർവെലിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുക. ഈ PR ഇന്റർവെലിന്റെ എന്താ സിഗ്നിഫിക്കൻസ് എന്താണ്, അതായത് നമുക്കറിയാം അല്ലെ, ഈ വേവ്സ് ഒക്കെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുക, SA നോട്, അവിടെ നേവി നോട്, പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ് പെർക്കൻജി ഫൈബേഴ്സ്, ഇങ്ങനെയാണ് നമ്മുടെ ഇമ്പൾസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുക അല്ലെ. അപ്പം ഈ PR ഇന്റർവെൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ SA നോഡിൽ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ആയി അത് പതിയെ കണ്ടക്ട് ചെയ്തിട്ട് എവിടെ എത്തുന്നു, AV നോഡിൽ എത്തുന്നു. ഈ ഒരു സമയത്തിനാണ് നമ്മൾ എന്ത് പറയുക, ഈ സമയത്തിനാണ് നമ്മൾ PR ഇന്റർവെൽ എന്ന് പറയുക. അപ്പൊ PR ഇന്റർവെൽ പ്രൊലോങ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, അവിടെ നമ്മുടെ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയല്ലേ, നമ്മൾ പിന്നെ പഠിക്കും കേട്ടോ, ഹാർട്ട് ബ്ലോക്ക് എന്ന് നമ്മൾ പറയും. എന്തിനാണ്, PR ഇന്റർവെൽ പ്രൊലോങ് ആയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, ബാക്കിയുള്ള നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും കേട്ടോ. പിന്നെ അത് കൂടാതെ നോക്കിയേ, PR സെഗ്മെന്റ് ഉണ്ട്, അതായത് ഈ P വേവ് എൻഡ് ചെയ്യുന്നത് മുതൽ ഈ QRS സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, PR സെഗ്മെന്റ് എന്ന് പറയുക. നിങ്ങൾ ഓർക്കും ഇതൊക്കെ എന്തിനാ പറയുന്നത് അല്ലേ, അടുത്ത സ്ലൈഡ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ നോക്കിയേ, ST സെഗ്മെന്റ്, സാധാരണ നമുക്ക് MI അല്ലെ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരുമ്പം അവിടെ എലിവേറ്റ് ചെയ്യുന്ന സെഗ്മെന്റ് ആണ് ഈ ST സെഗ്മെന്റ് എന്ന് പറയുക.
അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് QRS പോയിന്റ് എൻഡ് ചെയ്യുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്യും, അവിടെ മുതൽ ഈ ടി വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയാണ് ST സെഗ്മെന്റ് എന്ന് പറയുക. കൂടാതെ നമുക്ക് QT ഇന്റർവെൽ ഉണ്ട്. QT ഇന്റർവെൽ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് Q വേവ് മുതൽ Q വേവ് മുതൽ ഈ ടി വേവ് എൻഡ് ചെയ്യുന്നത് വരെയാണ് എന്താ നമ്മുടെ QT ഇന്റർവെൽ കേട്ടോ, നമ്മുടെ QT ഇന്റർവെൽ വരിക. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള എന്താണ് ECGയുടെ വേവ്സ്, കൂടാതെ ഇന്റർവെൽസ്, പിന്നെ കോംപ്ലക്സ് ഒക്കെ കേട്ടോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കിയേ ഓരോന്നിന്റെയും ഡ്യൂറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയാൽ പി വേവ് എന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 0.12 സെക്കൻഡ് അല്ലെ. പി വേവ് എത്രയാണ്? 0.12 സെക്കൻഡ് കേട്ടോ. ഇതൊക്കെ എഴുതി തന്നെ പഠിക്കുക കേട്ടോ, എഴുതി തന്നെ പഠിക്കുക. PR ഇന്റർവെൽ നമ്മൾ പറഞ്ഞു അല്ലെ 0.122 0.2 സെക്കൻഡ് അല്ലെ. 0.122 0.2 സെക്കൻഡ് ആണ് PR ഇന്റർവെൽ എന്ന് പറയുക. QRS കോംപ്ലക്സ് ആണെങ്കിലോ 0.042 0.1 സെക്കൻഡ് അല്ലെ. 0.042 0.1 സെക്കൻഡ് ആണ് എന്താ നമ്മുടെ QRS കോംപ്ലക്സ് എന്ന് പറയുക. QT ഇന്റർവെൽ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. 0.322 0.4 സെക്കൻഡ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രത്യേകിച്ച് QT ഇന്റർവെല്ല് ഫോക്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം സാധാരണ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാതെ പോകുന്ന ഏരിയ ആണ് QT ഇന്റർവെൽ. ഡ്യൂറേഷൻ നോക്കിക്കേ 0.322 0.4 സെക്കൻഡ് ആണ് QT ഇന്റർവെല്ലിന്റെ പ്രൊലോങ്ങേഷൻ ഡ്യൂറേഷൻ എന്ന് ഓർക്കുക. ഇനി നോക്കിക്കേ നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയല്ലേ. അപ്പൊ നിങ്ങൾ അറിയണം ഓരോ ഇലക്ട്രോലൈറ്റ്സിന്റെയും നോർമൽ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് സിറം സോഡിയം എത്രയാണ്? 135 to 145 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ അല്ലെ സിറം സോഡിയം. സിറം ക്ലോറൈഡ് ആണെങ്കിലോ 103 to 107 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. പൊട്ടാസ്യം ആണെങ്കിലോ 3.5 to 5 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. സിറം കാൽഷ്യം 8 to 10 കേട്ടോ, 8 to 10 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. സിറം മഗ്നീഷ്യം 1.8 to 2.6 കേട്ടോ, 1.8 to 2.6 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. സിറം ഫോസ്ഫറസ് 3 to 4.5 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. അപ്പം ഇത്രയും ഇലക്ട്രോലൈറ്റ്സ്, ഇത്രയും വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെച്ച് പഠിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഓരോ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസിൽ എന്തൊക്കെ ECG ചേഞ്ചസ് ആണ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പോകലീമിയ നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ്? സിറം പൊട്ടാസ്യം ലെസ് ദാൻ 3.5 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ് ഹൈപ്പോകലീമിയ. അവിടെ ആക്ച്വലി ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ഇതിന്റെ ECG ചേഞ്ചസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെവൽ ഓഫ് സിറം പൊട്ടാസ്യം കേട്ടോ. സിറം പൊട്ടാസ്യത്തിന്റെ അളവ് അനുസരിച്ച് ഇതിന്റെ ECG ചേഞ്ചസ് വ്യത്യാസം ഉണ്ടാകും. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് വച്ചേക്കുക. അവിടെ ഹൈപ്പോകലീമിയയില് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ്. നോക്കിക്കേ, പ്രോമിനന്റ് യു വേവ്. നമ്മൾ യു വേവ് നോർമൽ ECG പറഞ്ഞില്ല അല്ലെ. അതായത് ടി വേവ് കഴിഞ്ഞിട്ട് വരുന്ന പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആണ് യു വേവ് എന്ന് പറയുക. സോ പ്രോമിനന്റ് യു വേവ് ഉണ്ടാകും കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇതാണ് യു വേവ് പ്രോമിനന്റ് ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ ST സെഗ്മെന്റിന് ഡിപ്രഷൻ വരുന്നുണ്ട്. ST സെഗ്മെന്റ് ഇതാണല്ലേ, ഇതാണ് നമ്മുടെ ST സെഗ്മെന്റ്. ഇത് നോക്കിയേ, ഡിപ്രഷൻ വരുന്നുണ്ട്. അതുകൂടാതെ ടി വേവ് ഇൻവെർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് നോക്കിയേ, ഇതല്ലേ ടി വേവ് ഇൻവെർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇത്രയാണ് എന്താ ഹൈപ്പോകലീമിയയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഹൈപ്പർ കലീമിയ. എന്താണ് ഹൈപ്പർ കലീമിയ എന്ന് പറയുക? അതായത് ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞാൽ സിറം പൊട്ടാസ്യം മോർ ദാൻ 5 അല്ലെ, മോർ ദാൻ 5 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ നമ്മുടെ സിറം പൊട്ടാസ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും? ഹൈപ്പർ കലീമിയ എന്ന് പറയും. ST സെഗ്മെന്റ് എലിവേഷൻ അല്ലെ. നോക്കിക്കേ, ST സെഗ്മെന്റ് എലിവേഷൻ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം ടി വേവ്, പീക്കനിങ് ഓഫ് ടി വേവ്. നോക്കിയേ, ഇതാണ് ടി വേവ് പീക്കനിങ് ഉണ്ടാകുന്നുണ്ട് ഹൈപ്പർ കലീമിയ. നിങ്ങൾ എങ്ങനെ ഓർക്കും? ഹൈപ്പർ കലീമിയ, ടി വേവ് എലിവേറ്റ് ചെയ്തു പോകുന്നതാണ് ഹൈപ്പർ കലീമിയ. ഹൈപ്പോ കലീമിയ എന്താണ്? ഹൈപ്പോ അല്ലെ, ഹൈപ്പോ ഇങ്ങനെ അല്ലെ, ഹൈപ്പോ ഇങ്ങനെ വരിക. ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, യു അല്ലെ, യു വേവ് കേട്ടോ. ഹൈപ്പോ കലീമിയയിലെ യു വേവ് ആണ്. ഹൈപ്പർ കലീമിയയില് പ്രോമിനന്റ് അല്ലെങ്കിൽ എലിവേറ്റഡ് ടി വേവ് ആണ് എന്ന് ഓർക്കുക. അതുകൂടാതെ PR ഇന്റർവെൽ പ്രൊലോങ് ചെയ്ത് വരാറുണ്ട്. പിന്നെ QRS കോംപ്ലക്സ് വൈഡ് ആയിട്ടും വരാറുണ്ട് കേട്ടോ. QRS കോംപ്ലക്സ് നോക്കി വൈഡ് ആയിട്ടും വരാറുണ്ട്. ഹൈപ്പർ കലീമിയയില് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം പ്രോമിനന്റ് യു വേവ് ആണ് ഹൈപ്പോകലീമിയയിൽ കാണുക. ഹൈപ്പർ കലീമിയയില് ടി വേവ് എന്ത് ചെയ്യുന്നു? പീക്കൻഡ് ടി വേവ് കാണുന്നുണ്ടെന്ന് ഓർക്കാം. നെക്സ്റ്റ് നോക്കിയേ, ഹൈപ്പോ കാൽഷ്യമia. ഞാൻ പറഞ്ഞല്ലോ ഹൈപ്പോ കാൽഷ്യമia. ഞാൻ എന്താ പറഞ്ഞത്? QT അല്ലെ, QT വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. QT ഈ കാൽഷ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ്, വളരെ ഇഷ്ടമുള്ള സംഗതിയാണ്. എന്താണ് ഈ എന്താ QT എന്ന് പറയുക? CQT എന്ന് ഓർത്താൽ മതി. QT ഇന്റർവെലിന് ഈ കാൽഷ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഓർക്കുക. അപ്പോ ഹൈപ്പോ കാൽഷ്യമia കേട്ടോ. ഹൈപ്പോ കാൽഷ്യമയില് അതായത് സെറം കാൽഷ്യം കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ QT പ്രൊലോങ് ചെയ്ത് പോകും കേട്ടോ. QT നോക്കിയേ, QT ആൻഡ് പ്രൊലോങ് ചെയ്തു പോകും. നോർമൽ എത്രയായിരുന്നു?
0.3 to 0.4 സെക്കൻഡ് ആയിരുന്നു എന്താ നോർമൽ ക്യൂറ്റി അല്ലെ. അപ്പൊ ക്യൂറ്റി പ്രൊലോങ് ചെയ്ത് പോകുന്നുണ്ട്. ഹൈപ്പോകാൽസീമിയയില് ST സെഗ്മെന്റ് പ്രൊലോങ്ങേഷൻ വരുന്നുണ്ട്. സിവിയർ ആയിട്ട് പേഷ്യന്റ് ഹൈപ്പോകാൽസീമിയ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ വെൻട്രിക്കുലർ ടക്കികാർഡിയ വരും എന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഹൈപ്പർ കാൽഷ്യമia. അപ്പൊ എന്താണ്, ഈ ഹൈപ്പോയുടെ ECG ചേഞ്ചസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ കാൽഷ്യമയിൽ വരിക. അതായത് ഷോർട്ട് ക്യൂറ്റി ഇന്റർവെൽ കേട്ടോ. ക്യൂറ്റി ഇന്റർവെൽ ഷോർട്ട് ആയി വരുന്നുണ്ട് കേട്ടോ. ക്യൂറ്റി ഇന്റർവെൽ എന്താണ്, ഷോർട്ടൺ ആയിട്ട് കേട്ടോ, ഉള്ളിലേക്കാണ് വരിക കേട്ടോ. ഷോർട്ടൺ ആയിട്ട് വരിക ക്യൂറ്റി ഇന്റർവെൽ, ഷോർട്ട് ST സെഗ്മെന്റ്, വൈഡ് എൻഡ് T വേവ്. ഇത്രയാണ് ഹൈപ്പർ കാൽഷ്യമയിൽ വരിക. നെക്സ്റ്റ് നോക്കിയാൽ ഹൈപ്പോ മെഗ്നീഷ്യമia. മെഗ്നീഷ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രസ്ഡ് ST സെഗ്മെന്റ് കേട്ടോ. ST സെഗ്മെന്റ് എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിപ്രഷൻ വരുന്നുണ്ട്. ഇൻവേർട്ടഡ് T വേവ് താണ്ടെ ടി വേവ് ഇൻവെർട്ട് ചെയ്ത് വരും കേട്ടോ. ഇവിടെ എലിവേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ടി വേവ് ഇൻവെർട്ട് ചെയ്ത് വരും. പിന്നെ പ്രൊലോങ്ഡ് ക്യൂറ്റി ഇന്റർവെൽ കേട്ടോ, ക്യൂറ്റി ഇന്റർവെൽ പ്രൊലോങ് ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് ഹൈപ്പർ മെഗ്നീഷ്യം ആണെങ്കിലോ QRS കോംപ്ലക്സ് വൈഡൻഡ് ആണ്, കൂടാതെ PR ഇന്റർവെല് പ്രൊലോങ് ചെയ്തിട്ട് വരാം കേട്ടോ. PR ഇന്റർവെല് പ്രൊലോങ് ചെയ്തിട്ട് വരാം ഹൈപ്പർ മെഗ്നീഷ്യമയിൽ. അപ്പൊ ഇത്രയും ECG ഫൈൻഡിങ്സ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ കാര്യം പറയുമ്പോൾ ഓരോ ഷിഫ്റ്റിലും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. നമ്മൾ PSC ഒക്കെ നടത്തുന്ന പോലെ എല്ലാ പേർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ലഭിക്കുക. ഓരോ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് ഒരു സിംഗിൾ ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഷിഫ്റ്റിൽ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് മാറി മാറി വരും. അതായത് ഒരാൾക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും, മറ്റേ ആൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ, ആ രീതിയിൽ മാറി വരാം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഷിഫ്റ്റ് മാറി ഇപ്പം 2-3 ഷിഫ്റ്റിലൊക്കെ ആയിരിക്കും നോർസെറ്റ് എക്സാം നടക്കുക. അപ്പോൾ ഓരോ ഷിഫ്റ്റ് മാറുമ്പോഴും ക്വസ്റ്റ്യൻസ് മാറും. അപ്പോൾ അതനുസരിച്ച് അതിന്റെ കാഠിന്യവും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ നോർമലൈസേഷൻ വഴിയാണ് നമ്മുടെ എന്താ കറക്റ്റ് ഒരു ഫൈനൽ മാർക്കിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർക്കുക. സോ ഐഡന്റിഫൈ ദ കണ്ടീഷൻ ഫ്രം ദ ഗിവൺ ഇമേജ്. ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാണ് നിങ്ങൾ നോക്കിക്കേ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കേ, യെസ്, നമുക്ക് നോക്കാവേ. നോക്കിക്കേ, ഇതിപ്പോ ലീഡ് 1 അല്ലേ, ലീഡ് 1 ആണ്, ലീഡ് 2 ആണ്, ലീഡ് 3 ആണ്. നെക്സ്റ്റ് നമുക്കൊരു ലീഡ് വരും അല്ലെ. ഏതാണ് വരിക? ലീഡ് 2 ആണ് സാധാരണ ഇവിടെ വരിക കേട്ടോ. സാധാരണ ഇതിപ്പോ ഇവിടെ V1 ആണ് വന്നിരിക്കുന്നത്. സാധാരണ ലീഡ് 2 ആണ് ഇവിടെ വരിക. കാരണം എന്താണ്, ലീഡ് 2 ആണ് സ്റ്റാൻഡേർഡ് ലീഡ് കേട്ടോ. സ്റ്റാൻഡേർഡ് ലീഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമ്മുടെ ലീഡ് 2 ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ഇത് P വേവ് അല്ലെ. P വേവ് നമുക്കറിയാം, ഫസ്റ്റ് പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആണ് P വേവ്, പിന്നെ QRS ആണ്, പിന്നെ T വേവ് അല്ലെ. ഇങ്ങനെയാണ് സാധാരണ വരിക അല്ലെ. നോക്കിയേ, ഇവിടെ P വേവ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയ ഒരു ST സെഗ്മെന്റിന് ഒരു ഡിപ്രഷൻ വരുന്നുണ്ട് അല്ലെ. ST സെഗ്മെന്റിന് ഒരു ഡിപ്രഷൻ വരുന്നുണ്ട് അല്ലെ. നോക്കിയേ, ഇവിടേക്ക് നമ്മൾ അടുത്ത് V1 നോക്കുമ്പോഴത്തേക്ക് നോക്കിയേ, ഇവിടെ P വേവ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു QRS ഒരു വൈഡനിങ് വരുന്നുണ്ട്. T വേവ് ഇൻവേർഷൻ വരുന്നുണ്ട് അല്ലെ. T വേവ് ഇൻവേർഷൻ വരുന്നുണ്ട്. അതുകൂടാതെ നോക്കിയേ, ഇവിടെ വരുമ്പോഴത്തേക്ക് ലീഡ് 2 ലീഡ് 2 അല്ല, V2 നോക്കിയേ, ST സെഗ്മെന്റിന് ഒരു എലിവേഷൻ വരുന്നുണ്ട്. ST സെഗ്മെന്റ് എലിവേഷൻ അത് പ്രോഗ്രസ് ചെയ്ത് പോവാണ് ചെയ്യുക അല്ലെ. അതായത് V1 കുറച്ച് ചെറുതായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്, V2 വീണ്ടും എലിവേറ്റ് ചെയ്തിട്ടുണ്ട്, V3 വീണ്ടും ST സെഗ്മെന്റ് എലിവേഷൻ ആണ്, V4 നോക്കിയേ ST സെഗ്മെന്റ് വീണ്ടും എലിവേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഏത് കണ്ടീഷൻ ആയിരിക്കും ഈ തന്നിരിക്കുന്ന ECGയിൽ കാണാൻ കഴിയുന്നത്? അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണോ, എട്രിയൽ ഫ്ലട്ടർ ആണോ, എട്രിയൽ ഫിബ്രിലേഷൻ ആണോ, വെൻട്രിക്കുലർ ടക്കികാർഡിയ ആണോ? ഏത് അബ്നോർമാലിറ്റി ആണ് നമുക്ക് ECGയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? പറയോ, ഏതാണ്? വളരെ സിമ്പിൾ ആണ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ST സെഗ്മെന്റ് എലിവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം? മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. ഇനി നിങ്ങൾ ഓർക്കണേ, എട്രിയൽ ഫ്ലട്ടർ കേട്ടോ, എട്രിയൽ ഫിബ്രിലേഷൻ, രണ്ടും എട്രിയൽ ആണ് അല്ലേ. അപ്പൊ എട്രിയൽ വന്നു കഴിഞ്ഞാൽ അവിടെ P വേവിന്റെ അബ്നോർമാലിറ്റി ആണ് കാണുക കേട്ടോ. നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. P വേവിന്റെ അബ്നോർമാലിറ്റി ആണ് എട്രിയലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരിക. വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? VT എന്ന് വെച്ചാൽ QRS കോംപ്ലക്സ് അല്ലെ. QRS കോംപ്ലക്സിന്റെ എണ്ണം കൂടി വരുന്നതാണ് ഏതാ? വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറയുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരിക മയോകാർഡിയൽ ഇൻഫാക്ഷൻ കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ചോദിക്കുക ഇവിടെ നിന്ന് അതായത് ഇപ്പം ഇതുപോലെ ECG തന്നിട്ട് എവിടെയാണ്, ഏത് സെപ്റ്റത്തിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് പേഷ്യന്റ് MI എന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം.
അതായത് V1 V2 നമുക്കറിയാം എന്താണ്, ഇതെല്ലാം പ്രീകോഡിയൽ ലീഡ്സ് ആണ് അല്ലെ, ഇതൊക്കെ പ്രീകോഡിയൽ ലീഡ്സ് ആണ്, അല്ലെങ്കിൽ ചെസ്റ്റ് ഇലക്ട്രോഡ്സ് ആണ് കേട്ടോ, ചെസ്റ്റ് ഇലക്ട്രോഡ്സ് ആണ്, അല്ലെങ്കിൽ പ്രീകോഡിയൽ ലീഡ്സ് ആണ്, അതായത് നമ്മുടെ ചെസ്റ്റിന്റെ മുന്നേ ഇരിക്കുന്ന ലീഡ്സ് ആണ് ഈ V1 to V6 എന്ന് പറയുക. സോ അതില് V1ഉം V2ഉം എന്താണ്, സെപ്റ്റൽ ഇലക്ട്രോഡ്സ് ആണ്. നോക്കിക്കേ, V1 നമ്മൾ എവിടെ വയ്ക്കുക, ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് റൈറ്റ് സ്റ്റേണൽ ബോർഡർ അല്ലെ, V2 വയ്ക്കുന്നതോ ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡർ. അപ്പൊ ഇത് രണ്ടും നോക്കിക്കേ, ഇത് രണ്ടും സെപ്റ്റൽ ഇലക്ട്രോഡ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സെപ്റ്റം അല്ലെ, സെപ്റ്റം കണക്കാക്കിയാണ് ഈ V1ഉം V2ഉം വെക്കുക. നെക്സ്റ്റ് നോക്കിയേ, V3ഉം V4ഉം ആണെങ്കിലോ അത് ആന്റീരിയർ ഇലക്ട്രോഡ്സ് ആണ് കേട്ടോ. നോക്കിയേ, V3ഉം V4ഉം ആന്റീരിയർ, അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഇലക്ട്രോഡ്സ് ആണ് V3ഉം V4ഉം. അതേസമയം V5ഉം V6ഉം ആണെങ്കിലോ ഇത് നോക്കിയേ, V5ഉം V6ഉം ലാറ്ററൽ ഇലക്ട്രോഡ്സ് ആണ് കേട്ടോ. V5ഉം V6ഉം ലാറ്ററൽ ഇലക്ട്രോഡ്സ് ആണ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ആന്റീരിയർ വാൾ MI ആണെങ്കിൽ എവിടെ ആയിരിക്കും നിങ്ങൾക്ക് ECG ചേഞ്ചസ് വരിക, V3 V4ലായിരിക്കും നിങ്ങൾക്ക് ചേഞ്ചസ് വരിക കേട്ടോ. അപ്പം ആ രീതിയിൽ കോറിലേറ്റ് ചെയ്ത് എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയേ, ആന്റീരിയർ വാൾ MI ആണെങ്കിൽ V1 to V4 ലീഡ്സ്, V2 to V4 ലീഡ്സിലായിരിക്കും അഫക്ട് ചെയ്യപ്പെടുക. അവിടെ ഏത് ബ്ലഡ് വെസൽ ആയിരിക്കും അഫക്ട് ചെയ്യുക, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, അതായത് ഒരു ഡയഗണൽ ബ്രാഞ്ച് ആണ് എന്ന് ഓർക്കുക കേട്ടോ. കൂടാതെ പുവർ R വേവ് പ്രോഗ്രഷൻ ഉണ്ടാകും, ST എലിവേഷനും T വേവ് ഇൻവേർഷനും ഒക്കെ ഈ ആന്റീരിയർ വാൾ MIയിൽ ഉണ്ടാകുമെന്ന് ഓർക്കുക. നെക്സ്റ്റ് സെപ്റ്റൽ, നമ്മളിപ്പോ കണ്ട കാര്യമാണ്. സെപ്റ്റൽ ആണെങ്കിൽ V1 V2ലായിരിക്കും അബ്നോർമാലിറ്റി ഉണ്ടാവുക. അവിടെ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആയിരിക്കും അഫക്ട് ചെയ്യപ്പെടുക. R വേവ് ഡിസപ്പിയർ ആയി പോകും, ST സെഗ്മെന്റ് എലിവേഷൻ ഉണ്ടാകും, T വേവ് ഇൻവേർഷൻ ഉണ്ടാകും. ലാറ്ററൽ വാൾ ആണെങ്കിലോ, ലാറ്ററൽ ചില സൈഡ് ആണ്, നമ്മൾ കണ്ടു V5ലും V6ലും ചേഞ്ച് ഉണ്ടാകും. കൂടാതെ ലീഡ് 1ലും AVLലും ചേഞ്ച് ഉണ്ടാകും. അപ്പൊ അവിടെ ഏത് ആർട്ടറി ആയിരിക്കും അഫക്ട് ചെയ്യപ്പെടുക, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആണ് അവിടെ അഫക്ട് ചെയ്യപ്പെടുക. അതിന്റെ സർക്കംഫ്ലെക്സ് ബ്രാഞ്ച് ആയിരിക്കും അഫക്ട് ചെയ്യുക. ST സെഗ്മെന്റ് എലിവേഷൻ പേഷ്യന്റ് ഉണ്ടാകും. നെക്സ്റ്റ് ഇൻഫീരിയർ വാൾ MI ചോദിക്കാം. ഇൻഫീരിയർ വാൾ MI 2-3 AVF അങ്ങനെ തന്നെ കാണാതെ പഠിച്ചേക്കുക. 2-3 AVFലാണ് ഇൻഫീരിയർ വാൾ MI പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഈ ECG അബ്നോർമാലിറ്റീസ് വരിക. അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന ആർട്ടറി ഏതാണ്, റൈറ്റ് കൊറോണറി ആർട്ടറി കേട്ടോ. റൈറ്റ് കൊറോണറി ആർട്ടറി ആണ് അവിടെ അഫക്ട് ചെയ്യപ്പെടുക. അതിൽ ഏത് ബ്രാഞ്ചാണ് യൂഷ്വലി അഫക്ട് ചെയ്യപ്പെടുക, പോസ്റ്റീരിയർ ഡിസെൻഡിങ് ബ്രാഞ്ച് ആണ് സാധാരണ രീതിയിൽ അവിടെ അഫക്ട് ചെയ്യപ്പെടുക. ECG ചേഞ്ചസ് ആയിട്ട് T വേവ് ഇൻവേർഷനും ST സെഗ്മെന്റ് എലിവേഷനും ഉണ്ടാകും. ഇനി നോക്കിക്കേ, പോസ്റ്റീരിയർ വാൾ MI ആണ് എങ്കിൽ പേഷ്യന്റ് V1 to V4 ആയിരിക്കും സാധാരണ അഫക്ട് ചെയ്യപ്പെടുന്ന ലീഡ്സ്. അവിടെ ഇൻവോൾവ് ആകുന്ന ആർട്ടറി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, അതിന്റെ സർക്കംഫ്ലെക്സ് ബ്രാഞ്ച് ആണ്. കൂടാതെ പോസ്റ്റീരിയർ ഡിസെൻഡിങ് ബ്രാഞ്ചും അവിടെ അഫക്ട് ചെയ്യപ്പെടാം. ECG ഫൈൻഡിങ് ടോൾ R വേവ്സ്, പിന്നെ ST സെഗ്മെന്റ് ഡിപ്രഷൻ, കൂടാതെ അപ്രൈറ്റ് T വേവ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റ് ഫ്രം ദ ഗിവൺ ഇമേജ്. വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, പേഷ്യന്റ് ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഇത് ഏത് ഇമേജ് ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഇത് ഏത് ഇമേജ് ആണ്, ഈ പേഷ്യന്റ് എന്താണ് ധരിച്ചിരിക്കുന്നത്, എന്താണ് സംഗതി. ഓപ്ഷൻ A ഈസ് ട്രാൻസ്ഡ്യൂസർ, ഓപ്ഷൻ B ഈസ് ഹോൾട്ടർ മോണിറ്റർ, ഓപ്ഷൻ C ഈസ് പെർമനന്റ് പേസ് മേക്കർ, ഓപ്ഷൻ D ഈസ് ടെമ്പററി ട്രാൻസ്വീനസ് പേസ് മേക്കർ. അപ്പൊ നമുക്കറിയാം ഇതില് പേസ് മേക്കർ ആണെങ്കിൽ എന്താണ്, ഈ സംഗതി ഉള്ളിലേക്ക് പോകണം അല്ലെ സാധാരണ. അത് കൂടാതെ ട്രാൻസ് ക്യൂട്ടേനിയസ് പേസിംഗ് ഉണ്ട്, അത് വേറെ ഡിവൈസ് ആണ് അല്ലെ, നമുക്കറിയാം. അപ്പൊ എന്താണ്, ഇത് പേസ് മേക്കർ അല്ല അല്ലെ. പിന്നെന്താണ്, ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ഹോൾട്ടർ മോണിറ്റർ ഉണ്ട്. ഇതിലേതായിരിക്കും, ഇതൊരു മോണിറ്റർ ആണ് അല്ലെ. ഇതെന്താണ്, ഇതൊരു ഹോൾട്ടർ മോണിറ്റർ ആണ്. എന്താണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുക, നമുക്കിപ്പോ സപ്പോസ് നമുക്ക് ഒരു 24 hour ECG പേഷ്യന്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഈ ഒരു ഹോൾട്ടർ മോണിറ്റർ നമുക്ക് കീപ്പ് ചെയ്യാം. അതായത് ബാറ്ററി പവേർഡ് പോർട്ടബിൾ ഡിവൈസ് ആണ്. ദാറ്റ് റെക്കോർഡ്സ് പേഷ്യൻസ് കാർഡിയാക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ പേഷ്യന്റ് ECG റെക്കോർഡ് ചെയ്യുന്ന ഒരു ബാറ്ററി പവേർഡ് ആയിട്ടുള്ള പോർട്ടബിൾ ഡിവൈസ് ആണ്. ദാറ്റ് വിൽ സാധാരണ ഇത് കണ്ടിന്യൂസ്ലി മെഷർ ചെയ്യുക അപ് ടു 3 days, അതായത് 72 hours. 24 to 48 hours പറയാം, എങ്കിലും യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ് ടു 72 hours ആണ്, ഓർ ലോങ്ങർ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് മോണിറ്ററിംഗ് യൂസ്ഡ് കേട്ടോ. ഇതാണ് എന്താ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുക. നെക്സ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇല്ലായിരുന്നോ. ട്രാൻസ്ഡ്യൂസർ, എന്താണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുക, നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടല്ലേ. സാധാരണ നമ്മൾ പേഷ്യന്റ് BP ഒക്കെ നോക്കുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ സെൻട്രൽ ലൈനൊക്കെ പേഷ്യന്റ് കണക്ട് ചെയ്തിരിക്കുമ്പോൾ നോക്കിയാൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുക. എന്താണിത്, ഡിവൈസ് ദാറ്റ് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി കേട്ടോ. ഡിവൈസ് ദാറ്റ് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോർ മെഡിക്കൽ മെഷർമെന്റ് ഓർ
തെറാപ്യൂട്ടിക് പർപ്പസ് കേട്ടോ, നമ്മുടെ തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ മെഷർമെന്റിന് വേണ്ടി ഒരു ഫോം ഓഫ് എനർജിയെ വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഡ്യൂസർ കേട്ടോ. ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുക വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതാണ് എന്താ ട്രാൻസ്ഡ്യൂസർ. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ആ ഉള്ളത് നോക്കി. അൾട്രാസൗണ്ട് പ്രോബ് അല്ലെ, നമ്മൾ ഈ അൾട്രാസൗണ്ട് ചെയ്യുന്ന ഒരു പ്രോബ് ഉണ്ടല്ലോ, അത് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ്. അവിടെ ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജി ആയിട്ട് മാറ്റുന്നു, തിരിച്ചും സംഭവിക്കും. അവിടെ സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. രണ്ട് കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ECG ഇലക്ട്രോഡ്സ് നമുക്കറിയാം അല്ലെ, അവിടെ അതൊരു ട്രാൻസ്ഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്യാം. ബയോ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റുന്നത് പേഷ്യന്റിന്റെ ശരീരത്തിലുള്ള പേഷ്യന്റ് ശരീരത്തിലുള്ള എന്താണ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, ഇതിനാണ് ബയോ ഇലക്ട്രിക് സിഗ്നൽസ് എന്ന് പറയുക. അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മുടെ ECG ഇലക്ട്രോഡ്സ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, പ്രഷർ ട്രാൻസ്ഡ്യൂസർ. എന്താണ്, നമ്മുടെ BP ഒക്കെ അസസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലെ, അതായത് പ്രഷറിനെ ഇലക്ട്രിക്കൽ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനാണ് നമ്മൾ എന്ത് പറയുക, പ്രഷർ ട്രാൻസ്ഡ്യൂസർ കേട്ടോ. പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുക ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഐഡന്റിഫൈ ദ ഇമേജ് ഗിവൺ ബിലോ കേട്ടോ. ഐഡന്റിഫൈ ദ ഇമേജ് അല്ലെങ്കിൽ യൂസ് ഓഫ് ദ ഇമേജ് ഗിവൺ ബിലോ. ഇത് എന്ത് ഇമേജ് അല്ലെ, എന്ത് ഡിവൈസിന്റെ ഇമേജ് ആണ് ഇത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമ്മൾ സാധാരണ കാർഡിയോളജി സർജറി അല്ലോ, കാർഡിയാക് സർജറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്താണ്? ഓപ്ഷൻ എ സ്റ്റേണൽ റിട്രാക്ടർ, ഓപ്ഷൻ ബി മെഷർ ദ ഇന്റർണൽ ഡയമീറ്റർ ഓഫ് ദ വെയിൻ, ഓപ്ഷൻ സി ടൈറ്റൻ ദ ല്യൂമൻ ഓഫ് പ്ലാസ്റ്റിക് ട്യൂബ് ഫ്രം ഹാർട്ട് ലങ്, ഓപ്ഷൻ ഡി ക്ലാമ്പ് ദ വെസൽ വാൾ ഓഫ് ദ ഹാർട്ട്. എന്താണ് ഇതെന്താണ് നമ്മൾ സാധാരണ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെ. ഇതിന് നമ്മൾ എന്താ പറയുക? ഇതിന് നമ്മൾ പറയുന്നത് സ്റ്റേണൽ റിട്രാക്ടർ അല്ലെ, സ്റ്റേണൽ റിട്രാക്ടർ എന്നാണ് പറയുക. ഇതിന്റെ യൂസേജ് എന്താണ്? ഈ സ്റ്റേണത്തിന് അല്ലെ, സ്റ്റേണോട്ടമി ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റേണത്തിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുക അല്ലെ. അപ്പം ഈ സ്റ്റേണത്തിനെ കട്ട് ചെയ്തിട്ട് അതിനെ വിടർത്തി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്താ, ഈ സ്റ്റേണൽ റിട്രാക്ടർ കേട്ടോ. സ്റ്റേണൽ റിട്രാക്ടർ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് ഫ്രം ദ ഗിവൺ ഇമേജ് കേട്ടോ. ഈ തന്നിരിക്കുന്ന ഇമേജിൽ നിന്ന് കേട്ടോ, ഈ തന്നിരിക്കുന്ന ഏരിയാസ് മാച്ച് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? അയോട്ടിക്, ബി പൾമോണിക്, സി ട്രൈക്കസ്പിഡ്, ഡി മിട്രൽ ഏരിയ. പറയാവോ? ഏതാണ്? പറയൂ. ഓർക്കുന്നുണ്ടോ? അതായത് ഇവിടെ എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി നോക്കിയാൽ അയോട്ടിക്, ട്രൈക്കസ്പിഡ്, പൾമോണിക്, മിട്രൽ. ഓപ്ഷൻ സി ട്രൈക്കസ്പിഡ്, അയോട്ടിക്, പൾമോണിക്, മിട്രൽ. ഓപ്ഷൻ ഡി മിട്രൽ, അയോട്ടിക്, പൾമോണിക്, ട്രൈക്കസ്പിഡ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. നോക്കിയാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് അയോട്ടിക്, പൾമോണിക്, ട്രൈക്കസ്പിഡ്, മിട്രൽ. പറഞ്ഞു തരാം കേട്ടോ, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അതായത് നോക്കിയേ, ലൊക്കേഷൻ ഓഫ് ഹാർട്ട് ആൻഡ് ലാൻഡ് മാർക്സ്. അതായത് നമ്മൾ ഓസ്കൾട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയാൽ ഓപ്ഷൻ 1 അല്ലെ, അല്ലെങ്കിൽ ഇതെന്താണ് 1 എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ അയോട്ടിക് വാൽവ് അല്ലെ. ഇവിടെ നോക്കിയേ, അയോട്ടിക് വാൽവ് എന്ന് പറയുമ്പോൾ നോക്കി ആർച്ച് ഓഫ് അയോട്ട ഇങ്ങനെ പോകുന്നു അല്ലെ. സോ അയോട്ടയുടെ വാൽവ് വരുന്നത് ഇവിടെയാണ് അല്ലെ. അപ്പം എന്താണ്? അയോട്ടിക് വാൽവ് ആണ് 1 എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേതാണെങ്കിലോ, രണ്ടാമത്തെ നോക്കി, ഇത് പൾമോണിക് വാൽവ് അല്ലെ. നമുക്കറിയാം പൾമിനറി വാൽവ് എവിടെ നിന്ന് എറേസ് ചെയ്യുക? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറി പോകുന്നു, അതിന്റെ വാൽവ് ആണ് ഇവിടെ വരിക. അപ്പൊ സെക്കൻഡ് വൺ ഈസ് പൾമോണിക് വാൽവ്. മൂന്നാമത്തെ നോക്കിയേ, ഇത് എന്താ? ട്രൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലെ, റൈറ്റ് സൈഡിലാണ് ബിറ്റ്വീൻ ദ റൈറ്റ് എട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവാണ് എന്താ? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുക. ഇതെന്താണ്? ഇത് നമ്മുടെ മിട്രൽ വാൽവ് അല്ലെ. മിട്രൽ വാൽവ് ഇവിടെ എന്താണ്? മിട്രൽ വാൽവ്, അതായത് നമ്മുടെ ബൈകസ്പിഡ് വാൽവ് ആണ്. ബിറ്റ്വീൻ ദ ലെഫ്റ്റ് എട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ലെഫ്റ്റ് എട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് മിട്രൽ വാൽവ്. അപ്പൊ ഇതാണ് നമ്മുടെ അനാറ്റമിക്കൽ ലാൻഡ് മാർക്സ് ആയിട്ട് നമ്മൾ സാധാരണ ഓസ്കൾട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കി, ഇതിങ്ങനെ ഒരു ന്യൂമോണിക് വെച്ചിട്ട് നമുക്ക് പഠിക്കാം അല്ലെ. ഏപ് ടു മാൻ, അതായത് അയോട്ടിക് വാൽവ്, പൾമിനറി വാൽവ്, എബ്സ് പോയിന്റ്. അതായത് ഇവിടെയാണ് എന്താ? സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് റൈറ്റ് സ്റ്റേണൽ ബോർഡറിലാണ് അയോട്ടിക് വാൽവ് വരിക. സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡറിലാണ് നമ്മുടെ പൾമിനറി വാൽവ് വരിക. അടുത്ത ട്രൈകസ്പിഡ് വാൽവ് വരുന്നത് ലെഫ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസ് ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡറിലാണ് നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് വരിക. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മുടെ എർസ് പോയിന്റ് വരിക കേട്ടോ. അപ്പം ഇത് പഠിക്കാനായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂമോണിക് ഉണ്ട്. നോക്കിയേ, ഏപ് ടു മാൻ കേട്ടോ. ഏപ് ടു മാൻ എന്ന് ഓർത്താൽ മതി. ഏപ് എന്ന് പറഞ്ഞാൽ എ ഫോർ അയോട്ടിക് വാൽവ്, പി ഫോർ പൾമിനറി വാൽവ്, ഇ ഫോർ എർസ് പോയിന്റ്, ടി ഫോർ ട്രൈകസ്പിഡ് വാൽവ്, ദെൻ എം ഫോർ മിട്രൽ വാൽവ്. ഇപ്പൊ ഇത് ഓർത്തിരിക്കുക, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം കേട്ടോ.
അതുകൂടാതെ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഗിബ്സൺസ് ഏരിയ പറയുന്നുണ്ട്. ഗിബ്സൺസ് വാൽവ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫസ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസ് കേട്ടോ, ലെഫ്റ്റ് ഫസ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ് നമ്മുടെ ഗിബ്സൺസ് ഏരിയ എന്ന് പറയുക. നമുക്ക് PDA അതായത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് നമുക്ക് ഇവിടെയാണ് ഓസ്കൾട്ടേറ്റ് ചെയ്യാനായിട്ട് കഴിയുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ റിതം അബ്നോർമാലിറ്റി ഫ്രം ദ ഇമേജ് കേട്ടോ. ഈ ഇമേജിൽ നിന്ന് റിതം അബ്നോർമാലിറ്റി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓപ്ഷൻ എ ഇസ് വെൻട്രിക്കുലാർ ടക്കികാർഡിയ, ഓപ്ഷൻ ബി ഇസ് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ, ഓപ്ഷൻ സി ഇസ് സൈനസ് ടക്കികാർഡിയ, ഓപ്ഷൻ ഡി ഇസ് എട്രിയൽ ഫ്ലട്ടർ. എന്തായിരിക്കും ഇത്? ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെന്താണ്? ദിസ് ഇസ് എ QRS കോംപ്ലക്സ് അല്ലെ, ഇത് ഒരു QRS കോംപ്ലക്സ് ആണ്. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുക? ഇതൊരു വെൻട്രിക്കിളിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അബ്നോർമാലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു അരത്മിയാണ്. അപ്പൊ നോക്കിയേ, അപ്പൊ എട്രിയൽ ഫ്ലട്ടർ നമുക്ക് ഉപേക്ഷിക്കാം അല്ലെ, എട്രിയൽ ഫ്ലട്ടർ ഒരിക്കലും വരില്ല. പിന്നെ നോക്കിയേ, സൈനസ് ടക്കികാർഡിയ ആണ് ആകണമെങ്കിൽ എന്താ സംഗതി? സൈനസ് ടക്കികാർഡിയ എന്ന് പറഞ്ഞാൽ എല്ലാ വേവ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒൺലി തിങ് QRSന്റെ QRSന്റെ എണ്ണം കൂടുതലായിരിക്കും അല്ലെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നില്ല. അപ്പം സൈനസ് ടക്കികാർഡിയ അല്ല അല്ലെ. നോക്കിയാൽ പിന്നെ നമുക്ക് വെൻട്രിക്കുലർ ഫിബ്രിലേഷനും വെൻട്രിക്കുലർ ടക്കികാർഡിയ, ഇവിടെ ഹാർട്ട് റേറ്റ് കൂടുതലാണ്, വെൻട്രിക്കുലർ റേറ്റ് കൂടുതലാണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? VT അല്ലെങ്കിൽ വെൻട്രിക്കുലർ ടക്കികാർഡിയയുടെ ECG ഫൈൻഡിങ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ A അതായത് വെൻട്രിക്കുലർ ടക്കികാർഡിയ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എന്താണ് വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറയുക? റാപ്പിഡ് ഹാർട്ട് ബീറ്റ് ദാറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദ വെൻട്രിക്കിൾസ് അല്ലെ, നമ്മുടെ വെൻട്രിക്കിൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, എറേസ് ചെയ്യുന്ന അരത്മിയ ആണ് നമ്മൾ എന്ത് പറയുക? വെൻട്രിക്കുലർ ടക്കികാർഡിയ അല്ലെ, വെൻട്രിക്കുലർ ടക്കികാർഡിയ എന്ന് പറയുക. അവിടെ വെൻട്രിക്കുലർ റേറ്റ് എത്രയായിരിക്കും? 100 മുതൽ 220 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും കേട്ടോ. 100 to 220 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും വെൻട്രിക്കുലർ റേറ്റ് എന്ന് പറയുക. അവിടെ P വേവ് നമുക്ക് വിസിബിൾ ആയിരിക്കില്ല കേട്ടോ, നോ വിസിബിൾ P വേവ്. കൂടാതെ ഇറഗുലർ ആൻഡ് വൈഡ് QRS കോംപ്ലക്സ് കേട്ടോ, ഇറഗുലർ ആയിട്ടുള്ള വൈഡ് ആൻഡ് ആയിട്ടുള്ള QRS കോംപ്ലക്സ് ആയിരിക്കും ലഭിക്കുക. P വേവ് ആണെങ്കിലോ ഇറാറ്റിക് ആയിരിക്കും. അതുകൂടാതെ ഇറഗുലർ കേട്ടോ, അതുകൂടാതെ ഇറഗുലർ ആയിട്ടുള്ള P വേവ് ആയിരിക്കും നമുക്ക് ലഭിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. കൂടാതെ മാനേജ്മെന്റ്, വെൻട്രിക്കുലർ ടക്കികാർഡിയുള്ള പേഷ്യന്റിന്റെ മാനേജ്മെന്റ് എന്താണ്? CPR കൊടുക്കാം, പിന്നെ ACLS കൊടുക്കാം. പൾസ്ലെസ് VT ആണെങ്കിൽ കേട്ടോ, പൾസ്ലെസ് VT ആണെങ്കിൽ നമ്മൾ പിന്നെ കൂടാതെ പൾസ്ലെസ് VT ആണെങ്കിൽ നമ്മൾ ഡീഫിബ്രിലേഷൻ കൊടുക്കും അല്ലെ, പൾസ്ലെസ് VTക്ക് ഡീഫിബ്രിലേഷൻ കൊടുക്കും. വാസോപ്രസൻ, IV എപ്പിനെഫ്രിൻ ഒക്കെ നമുക്ക് പേഷ്യന് കൊടുക്കാനായിട്ട് കഴിയും. കൂടാതെ ഡീഫിബ്രിലേഷന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് പൾസ്ലെസ് VTയും, 2 VF അല്ലെ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ കേട്ടോ. അപ്പൊ അതുകൂടെ ഓർക്കുക. നെക്സ്റ്റ് നോക്കിയേ, all are associated with the pulse being checked in the picture except കേട്ടോ. അതായത് ഇവിടെ നമ്മൾ പേഷ്യന്റ് പൾസ് ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇവിടെ ഏതോ ഒരു കാര്യത്തിന് മാത്രം നമ്മൾ ഇങ്ങനെ പൾസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ഇസ് ഡ്യൂറോസിസ് സൈൻ, ഓപ്ഷൻ ബി ഇസ് ഏർലി ഡയാസ്റ്റോളിക് മർമർ, ഓപ്ഷൻ സി ഇസ് ഡിക്രീസ്ഡ് ലെഫ്റ്റ് എൻഡ് ഡയാസ്റ്റോളിക് പ്രഷർ, ഓപ്ഷൻ സി ഇസ് പൾസസ് ബിസ്ഫറൻസ്. ഇതില് ഏതിലാണ് നമുക്ക് ഈ പൾസ് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടാത്ത സിനാരിയോ ഏതാണ്? പറയാവോ? ഏതാണ്? ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ്, അതായത് ഡിക്രീസ്ഡ് ലെഫ്റ്റ് എൻഡ് ഡയാസ്റ്റോളിക് പ്രഷറിലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പൾസ് ചെക്ക് ചെയ്യാത്തത് കേട്ടോ. കാരണം നോക്കാം നമുക്ക്. സോ ദ ഇമേജ് ഷോസ് കൊളാപ്സിംഗ് പൾസ് ബീങ് ചെക്ക്ഡ് ബൈ ദ എക്സാമിനർ വിച്ച് ഇസ് യൂഷ്വലി സീൻ ഇൻ അയോട്ടിക് റീഗർജിറ്റേഷൻ. നമ്മുടെ അയോട്ടിക് റീഗർജിറ്റേഷൻ ഉണ്ട്. എന്താണ് അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറയുക? അതായത് സാധാരണ നമ്മുടെ അയോട്ടിക് വാൽവ് അല്ലെ, നമ്മുടെ അയോട്ടിക് വാൽവ്, അതായത് ഈ അയോട്ടിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഈ അയോട്ടിക് വാൽവ് ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ സാധാരണ എന്താണ്? അവിടുന്ന് ബാക്ക് ഫ്ലോ ഉണ്ടാവത്തില്ല അല്ലെ. അവിടുന്ന് ഇപ്പം സപ്പോസ് അയോട്ടിക് വാൽവ് ഇവിടെ ഇരിക്കുകയാണ്, അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് ബാക്കിലേക്ക് വരില്ല. പക്ഷെ അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ വാൽവ് ഇൻകോമ്പിറ്റന്റ് ആണ് എങ്കിൽ അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് തിരികെ വരും. അതിനാണ് നമ്മൾ എന്ത് പറയുക? അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറയുക. സോ അയോട്ടിക് വാൽവ് ഡസന്റ് ക്ലോസ് പ്രോപ്പർലി കോസിങ് ബ്ലഡ് ടു ലീക്ക് ബാക്ക്വേർഡ് ഫ്രം അയോട്ട ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ. ഈ വാൽവ് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ്? ഇത് അടഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാലും ബ്ലഡ് തിരികെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അതിനാണ് നമ്മൾ അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറയുക. സോ അയോട്ടിക് റീഗർജിറ്റേഷൻ ലീഡ്സ് ടു ഏർലി ഡയാസ്റ്റോളിക് മർമർ അല്ലെ. അയോട്ടിക് റീഗർജിറ്റേഷൻ എങ്ങോട്ടാ എത്തിക്കുക? ഏർലി ഡയാസ്റ്റോളിക് മർമർ, വൈൽ സിവിയർ അയോട്ടിക് റീഗർജിറ്റേഷൻ ലീഡ്സ് ടു മിഡ് ഡയാസ്റ്റോളിക് മർമർ അല്ലെ. സിവിയർ ആയിട്ടുള്ള അയോട്ടിക് റീഗർജിറ്റേഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റ് എങ്ങോട്ടാ കൊണ്ടുപോകുക? മിഡ് ഡയാസ്റ്റോളിക് മർമർ കേട്ടോ. മിഡ് ഡയാസ്റ്റോളിക് മർമറിലേക്ക് പോകും പേഷ്യന്റ് സിവിയർ അയോട്ടിക് റീഗർജിറ്റേഷൻ ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് ഡ്യൂറോസിസ് സൈൻ. എന്താണ് ഡ്യൂറോസിസ് സൈൻ എന്ന് പറയുക? അതായത് ഡ്യൂറോസിസ് സൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ മർമർ ആണ്. ദാറ്റ് ഇസ് ഹേർഡ് ഓവർ പാർഷ്യലി കംപ്രസ്ഡ് പെരിഫറൽ ആർട്ടറി കേട്ടോ.
അതായത് നമ്മുടെ ഏതെങ്കിലും പെരിഫറൽ ആർട്ടറീസ് പകുതി അല്ലെങ്കിൽ പാർഷ്യലി കംപ്രസ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡബിൾ മർമറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡൊറോസി സൈൻ എന്ന് പറയുക. ടിപ്പിക്കലി ഇത് ഫെമോറൽ ആർട്ടറി, സാധാരണ പേഷ്യന്റ് അഫക്ട് ചെയ്യപ്പെടുക ഫെമോറൽ ആർട്ടറി ആണ്. ആൻഡ് ഓൾസോ ദിസ് ഇസ് സീൻ ഇൻ പേഷ്യൻസ് വിത്ത് അയോട്ടിക് ഇൻസഫിഷ്യൻസി. കേട്ടോ, അയോട്ടിക് ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യന്റ് ആണ് സാധാരണ ഡിറോസി സൈൻ നമുക്ക് കാണാനായിട്ട് ലഭിക്കുക. നെക്സ്റ്റ് നോക്കിയാൽ പൾസസ് ബിസ്ഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പൾസസ് ബിസ്ഫറൻസ് എന്ന് പറയുക? ആൻ ആർട്ടീരിയൽ പൾസ് വിത്ത് 2 ഡിസ്റ്റിങ്ക്ട് സിസ്റ്റോളിക് പീക്സ് പെർ കാർഡിയാക് സൈക്കിൾ. കേട്ടോ, ഓരോ കാർഡിയാക് സൈക്കിളിലും എന്താ 2 ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സിസ്റ്റോളിക് പീക്ക്, ഇതാണ് ഈ ഇമേജിൽ കാണുന്ന പോലെ 2 സിസ്റ്റോളിക് പീക്ക് ഉണ്ടാകും. കേട്ടോ, അതിനാണ് നമ്മൾ എന്ത് പറയുക, പൾസസ് ബിസ്ഫറിയൻസ് എന്ന് പറയുക. ബെസ്റ്റ് ഫെൽറ്റ് ഇൻ ദ കരോട്ടിഡ് ആർട്ടറി. നമുക്ക് കരോട്ടിഡ് ആർട്ടറിയിലാണ് സാധാരണ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട്, കേട്ടോ, ഏറ്റവും നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക എവിടെയാണ്, നമ്മുടെ കരോട്ടിഡ് ആർട്ടറിയിലാണ്. അപ്പൊ സാധാരണ രീതിയിൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് പൾസ് ഫീൽ ചെയ്യുക. കേട്ടോ, ഇങ്ങനെ ആയിരിക്കും പൾസ് ഫീൽ ചെയ്യുക. അതേസമയം പൾസസ് ബിസ്ഫറൻസിനാണെങ്കിലോ അവിടെ ഒരു നോച്ച് അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു പൾസ് കൂടെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെയാണ്, ഒറ്റ സൈക്കിളിൽ തന്നെ. കേട്ടോ, അതിനാണ് നമ്മൾ എന്ത് പറയുക, പൾസസ് ബിസ്ഫറൻസ് എന്ന് പറയുക. കേട്ടോ, പൾസസ് ബിസ്ഫറൻസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഇത് ഏതൊക്കെ ഡിസീസ് കണ്ടീഷനിലാണ് നമുക്ക് പൾസസ് ബിസ്ഫറൻസ് കാണാനായിട്ട് കഴിയുക? അതായത് ഒന്ന് അയോട്ടിക് റീഗർജിറ്റേഷൻ പ്ലസ് അയോട്ടിക് സ്റ്റിനോസിസ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, എന്താണ് അയോട്ടിക് റീഗർജിറ്റേഷനും കൂടാതെ പേഷ്യന്റ് അയോട്ടിക് സ്റ്റിനോസിസും ഉണ്ടെങ്കിൽ അവിടെ പൾസസ് ബിസ്ഫറൻസ് കിട്ടും. കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ സിവിയർ ഐസൊലേറ്റഡ് അയോട്ടിക് റീഗർജിറ്റേഷൻ. കേട്ടോ, പേഷ്യന്റ് സിവിയർ ആയിട്ടുള്ള ഐസൊലേറ്റഡ് റീഗർജിറ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ റീഗർജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ അല്ലെ, ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ ആണ് നമ്മൾ എന്ത് പറയുക, ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ ആണ് നമ്മൾ ഈ റീഗർജിറ്റേഷൻ എന്ന് പറയുക. സോ പേഷ്യന്റിന് സിവിയർ ആയിട്ടുള്ള ഐസൊലേറ്റഡ്, അതായത് ഏതെങ്കിലും ഓരോ വാൽവിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റീഗർജിറ്റേഷൻ ഉണ്ട് എങ്കിൽ പേഷ്യന്റിന് എന്ത് സംഭവിക്കാം, ഈ പൾസസ് ബിസ്ഫറൻസ് കാണിക്കാം. കൂടാതെ ഹൈപ്പർ ട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോ മയോപ്പതി. കേട്ടോ, പേഷ്യന്റ് ഹൈപ്പർ ട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കാർഡിയാക് മസിൽസിന്റെ തിക്നെസ് കൂടുന്നു, അതിനാണ് നമ്മൾ ഹൈപ്പർ ട്രോഫി എന്ന് പറയുക. ഹൈപ്പർ ട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോ മയോപ്പതി പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവിടെയും എന്താണ്, പൾസസ് ബിസ്ഫറൻസ് പേഷ്യന്റ് കാണിക്കാം. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് പ്രൊസീജിയർ ഈസ് ബീങ് ഡൺ ഇൻ ദ ഇമേജ് ഷോൺ ബിലോ. അതായത് ഈ തന്നിരിക്കുന്ന ഇമേജിലെ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്തിരിക്കുക? നോക്കിക്കേ, ഹാർട്ടാണ്, ഹാർട്ടിലേക്ക് ഒരു ട്യൂബ് വരുന്നുണ്ട്, ട്യൂബിന്റെ അറ്റത്ത് ഒരു ബലൂൺ ഉണ്ട് അല്ലെ, അത് എങ്ങോട്ടാ പോവുക, അത് നേരെ റൈറ്റ് എട്രിയത്തിൽ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇന്റർ എട്രിയൽ സെപ്റ്റം ഉണ്ട്, അത് തുളച്ചിട്ട് ലെഫ്റ്റ് എട്രിയത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മുടെ മിട്രൽ വാൽവ് വഴി താഴേക്ക് പോകുന്നുണ്ട് അല്ലെ, താഴെ പോയിട്ട് എന്താണ്, അവിടെ ഒരു ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് പതിയെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അല്ലെ. അപ്പം ഈ മിട്രൽ വാൽവിനെ കറക്റ്റ് ചെയ്യാനുള്ള എന്തോ ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ നടക്കുക അല്ലെ. നോക്കിക്കേ, പെർക്യൂട്ടേനിയസ് മിട്രൽ ബലൂൺ വാൽവോട്ടമി. ഓപ്ഷൻ ബി പെർക്യൂട്ടേനിയസ് മിട്രൽ വാൽവുലോപ്ലാസ്റ്റി. ഓപ്ഷൻ സി പെർക്യൂട്ടേനിയസ് മിട്രൽ വാൽവ് റിപ്പയർ. ഓപ്ഷൻ ഡി പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ. എന്താണ്, നോക്കിക്കേ, പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ അല്ലെ, നമ്മൾ സാധാരണ PCI എന്നൊക്കെ പറയാറുണ്ടല്ലേ, PCI. അത് നമ്മൾ സാധാരണ എന്തിനാ ചെയ്യുക, പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ നമ്മൾ എന്തിനാ ചെയ്യുക, പേഷ്യന്റിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടല്ലേ, ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഹാർട്ട് ബ്ലോക്ക് അല്ല, കൊറോണറി ആർട്ടറീസിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ ചെയ്യാറുണ്ട്. അതായത് എന്താ സംഗതി, നമ്മൾ സാധാരണ ഇതുപോലെ ബലൂൺ ഇട്ടിട്ട് കൊറോണറി ആർട്ടറീസിനെ നമ്മൾ ഡൈലേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അതുകൂടാതെ നോക്കിയേ, പെർക്യൂട്ടേനിയസ് മിട്രൽ വാൽവ് റിപ്പയർ. ഇവിടെ നമ്മൾ വാൽവ് റിപ്പയർ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. പെർക്യൂട്ടേനിയസ് മിട്രൽ വാൽവുലോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുന്നുണ്ടോ? വാൽവുലോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്റ്റീവ് സർജറി ആണ്, ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്, പെർക്യൂട്ടേനിയസ് മിട്രൽ ബലൂൺ വാൽവോട്ടമി, അതായത് ആ വാൽവിനെ നമ്മൾ എന്താണ് ഒന്ന് വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയുക, വാൽവോട്ടമി എന്ന് പറയുക. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ, പെർക്യൂട്ടേനിയസ് മിട്രൽ ബലൂൺ വാൽവോട്ടമി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കേട്ടോ, അപ്പൊ എന്താണ് മിട്രൽ ബലൂൺ വാൽവോട്ടമി എന്ന് പറയുക? ഇമേജ് ഷോസ് എ ഡീഫ്ലേറ്റഡ് ബലൂൺ catheter being advanced across the interatrial septum then being inflated at the mitral valve അല്ലെ. മിട്രൽ വാൽവിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. എന്തിനാണ്, ടു ഇംപ്രൂവ് ദ സിംറ്റംസ് ഇൻ സിവിയർ മിട്രൽ സ്റ്റിനോസിസ്. പേഷ്യന്റിന് സിവിയർ ആയിട്ട് മിട്രൽ സ്റ്റിനോസിസ് ഉണ്ട് എങ്കിൽ അവിടെ സിംറ്റംസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സിംറ്റംസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മിട്രൽ
മിട്രൽ ബലൂൺ വാൽവോട്ടമി ചെയ്യുക. ദ പ്രൊസീജിയർ ഈസ് റെഫർഡ് ടു ആസ് പെർക്യൂട്ടേനിയസ് മിട്രൽ ബലൂൺ വാൽവോട്ടമി. കേട്ടോ, ഇതിന് നമ്മൾ എന്താ പറയുക? പെർക്യൂട്ടേനിയസ് മിട്രൽ ബലൂൺ വാൽവോട്ടമി എന്ന് പറയും. കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കുക. കേട്ടോ, നെക്സ്റ്റ് നോക്കിയേ, ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് ഇൻ എക്കോ കാർഡിയോഗ്രഫി ഈസ് എ ഫീച്ചർ ഓഫ്. കേട്ടോ, അതായത് എക്കോ കാർഡിയോഗ്രഫി അല്ല, സോറി, ഇലക്ട്രോ കാർഡിയോഗ്രഫി. കേട്ടോ, ഇത് ഇലക്ട്രോ ആണ്, ECG. കേട്ടോ, ഇലക്ട്രോ കാർഡിയോഗ്രഫി. ECGയിലെ കേട്ടോ, ECGയിലെ ഒരു ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് നോക്കിയേ, ഒരു ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് കണ്ടീഷനിലാണ് നമുക്ക് കാണാൻ കഴിയുക? ഓപ്ഷൻ എ മിട്രൽ സ്റ്റെനോസിസ്, ബി മിട്രൽ ഇൻകോംപിറ്റൻസ്, C is aortic stenosis. Option D is aortic regurgitation. ഏത് ഡിസീസ് കണ്ടീഷനിലാണ് നമുക്ക് ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ്, കേട്ടോ, ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് കാണാനായിട്ട് കഴിയുക? ഏതിലാണ്? മിട്രൽ സ്റ്റെനോസിസ്. കേട്ടോ, പേഷ്യന്റ് മിട്രൽ വാൽവ് സ്റ്റെനോസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിലാണ് നമുക്ക് ഈ ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ്, കേട്ടോ, മിട്രൽ സ്റ്റെനോസിസിലാണ് കാണാൻ കഴിയുക. സോ ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് ഇൻ ആൻ ECG refers to a specific pattern in the ST segment which is often associated with digoxin effect. അതായത് ഈ ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് എവിടെയാ കാണുക? ST സെഗ്മെന്റിന്റെ, കേട്ടോ, ST സെഗ്മെന്റിന്റെ ഒരു സ്പെസിഫിക് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ST സെഗ്മെന്റ് നോക്കുമ്പോൾ അത് ഹോക്കി സ്റ്റിക്ക് പോലെ ഇരിക്കും. കേട്ടോ, സാധാരണ അത് കാണുക എന്താണ്? ഡിജോക്സിൻ എടുക്കുന്ന പേഷ്യൻസിലാണ് കാണുക. ഇറ്റ് ഇസ് ഓൾസോ എ ക്യാരക്ടറിസ്റ്റിക് സൈൻ ഓഫ് മിട്രൽ സ്റ്റെനോസിസ്. ഓർത്തോണെ, ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് നമുക്ക് ഡിജോക്സിൻ എടുക്കുന്ന പേഷ്യൻസിൽ കാണാനായിട്ട് കഴിയും. അത് ST സെഗ്മെന്റിൽ വരുന്ന ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു സൈൻ ആണ്, അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ഒരു മോർഫോളജിക്കൽ പാറ്റേൺ ആണ്. അതുകൂടാതെ നമ്മുടെ മിട്രൽ സ്റ്റെനോസിസ്, കേട്ടോ, നമ്മുടെ മിട്രൽ സ്റ്റെനോസിസിൽ നമുക്ക് ഈ ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് കാണാൻ കഴിയും. ഹാർട്ട് കണ്ടീഷൻ വേർത എന്താ? മിട്രൽ വാൽവ് നാരോസ്, അല്ലെ, മിട്രൽ വാൽവ് നാരോ ചെയ്യുന്നു. ആൻഡ് അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? റെസ്ട്രിക്റ്റിംഗ് ബ്ലഡ് ഫ്ലോ ഫ്രം ദ ലെഫ്റ്റ് എട്രിയം ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഹോക്കി സ്റ്റിക്ക് അപ്പിയറൻസ് പറയുക. ഡിജോക്സിൻ ഇഫക്റ്റ് ആയിട്ടും കൂടാതെ മിട്രൽ സ്റ്റെനോസിസ് ഉള്ള പേഷ്യന്റിന് ഇതുണ്ടാകും. ഇമ്പോർട്ടന്റ് ആണ്, കേട്ടോ. വിച്ച് ഈസ് ദ ലൊക്കേഷൻ ഓഫ് എപ്സ് പോയിന്റ് ഡ്യൂറിംഗ് ഓസ്കൾട്ടേഷൻ? നമ്മൾ പഠിച്ച കാര്യമാണ്. നോക്കിക്കേ, ഈ എപ്സ് പോയിന്റ് നമ്മൾ ഇവിടെ എവിടെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക? നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ്? വളരെ സിമ്പിൾ ആണ്. ഓപ്ഷന്റെ തന്നെ കാര്യമില്ല, പറഞ്ഞോളൂ. എവിടെയാണ്? യെസ്, ഇവിടെ, അല്ലെ, സി, അല്ലെ, സിയിലാണ് നമ്മൾ എന്താണ് എപ്സ് പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക, അല്ലെ. നോക്കിയേ, ഓപ്ഷൻ എ ഈസ് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്, റൈറ്റ് പാരാസ്റ്റേണൽ ലൈൻ. Option B is second intercostal space, left parasternal line. Option C is third intercostal space, left parasternal line. Option D is fifth intercostal space, left parasternal line. എവിടെയാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എന്താ? തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്, ലെഫ്റ്റ് പാരാസ്റ്റേണൽ ലൈനിലാണ് എഫ്സ് പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഐഡന്റിഫൈ ദ ഗിവൺ ഇമേജ് അസോസിയേറ്റഡ് കാർഡിയാക് ഡിഫക്ട്. അതായത് ഈ തന്നിരിക്കുന്ന ഇമേജ് എന്ത് കാർഡിയാക് ഡിഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക? പറയൂ. ഓപ്ഷൻ എ കാർഡിയോമയോപ്പതി, ഓപ്ഷൻ ബി റൂമാറ്റിക് ഹാർട്ട് ഡിസീസ്, ഓപ്ഷൻ സി ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, ഓപ്ഷൻ ഡി ടോഫ് അല്ലെങ്കിൽ ടെട്രോളജി ഓഫ് ഫാലറ്റ്. ഏതിലാണ് നമുക്ക് ഈ ഒരു ഇമേജ് കാണാൻ കഴിയുക? നോക്കിയേ, ഇത് എന്ത് ഇമേജ് ആണ്? ഒന്നാമത് എന്ത് ഇമേജ് ആണ്? എന്താണിത്? ഇതിന് നമ്മൾ റോസ്പോട്ട് എന്ന് പറയല്ലേ, റോസ്പോട്ട് അല്ലെ, റോസ്പോട്ട് അല്ലെങ്കിൽ നമ്മൾ ലിറ്റൻ ഐ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ലിറ്റൻ ഐ, കേട്ടാ, ലിറ്റൻ ഐ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ്? ഇവിടെ ഒരു റെറ്റിനൽ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്, അല്ലെ, റെറ്റിനൽ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. ഏത് ഡിസീസ് കണ്ടീഷനിലാണ് കാണുക? വളരെ സിമ്പിൾ ആണ്, അല്ലെ. നോക്കിയേ, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിലാണ് നമുക്ക് സാധാരണ ഈ ഒരു ഇമേജ് കാണാനായിട്ട് കഴിയുക. ടോഫിലാണെങ്കിലോ നമുക്ക് എന്താ കിട്ടുക? ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്, അല്ലെ, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ആണ് നമുക്ക് ഈ ടോഫിൽ കിട്ടുക എന്ന് കൂടി ഓർക്കുക. അപ്പൊ നോക്കിയേ, ഇത് ഏത് ഡിസീസ് കണ്ടീഷനിലാണ് കാണുക? ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, കേട്ടോ, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിലാണ് കാണുക, കേട്ടോ. അപ്പം റോസ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് സെന്റേർഡ് റെറ്റിനൽ ഹെമറേജസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് നമ്മുടെ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, കേട്ടോ. ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിൽ കാണുന്ന അബ്നോർമാലിറ്റി ആണ് റോസ് സ്പോട്ട് എന്ന് പറയുക. എന്താണ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ? സീരിയസ് ഇൻഫെക്ഷൻ ഓഫ് ദ ഹാർട്ട്സ് ഇന്നർ ലൈനിങ്, അല്ലെ, നമ്മുടെ ഹാർട്ടിന്റെ ഇന്നർ ലൈനിങ്ങിലുള്ള ഇൻഫെക്ഷനെയാണ് നമ്മൾ സാധാരണ എന്ത് പറയുക? ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുക. ഇത് അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? ഹാർട്ട് വാൽവ്സ്, അല്ലെ, ഹാർട്ട് വാൽവ്സിനെയാണ് ഇത് അഫക്ട് ചെയ്യുക. ഇതിന്റെ കോസ് എന്താണ്? കോസ്ഡ് ബൈ ബാക്ടീരിയ എന്ററിംഗ് ദ ബ്ലഡ് സ്ട്രീം ആൻഡ് അറ്റാച്ചിങ് ടു ദ ഹാർട്ട്. അതായത് ഈ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ബാക്ടീരിയ എൻറ്റർ ചെയ്യപ്പെടുകയും അതിനുശേഷം നമ്മുടെ ഹാർട്ട് വാൽവ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് വരുന്ന ചേഞ്ചസ് കാരണമാണ് നമുക്ക് എന്ത് ലഭിക്കുക? ഇൻഫെക്റ്റീവ്, കേട്ടോ, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇമ്പോർട്ടന്റ് ആണ്.
അതുകൂടാതെ ഇനിയും വരുന്നുണ്ട് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിന് ഈ റോസ് സ്പോട്ട് അല്ലാതെ പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ കഴിയുക? ഫസ്റ്റ് ഈസ് ഓസ്ലേഴ്സ് നോഡ്. നോക്കിക്കേ, എന്താണ് ഓസ്ലേഴ്സ് നോഡ് എന്ന് പറയുക? എക്സാമിന് ചോദിക്കാം, ഇമേജ് ഒക്കെ തന്നിട്ട് ചോദിക്കാം കേട്ടോ. എന്താണ് ഓസ്ലേഴ്സ് നോഡ് എന്ന് പറയുക? റെഡിഷ് ടെൻഡർ ലീഷൻ ഓൺ ദ പാഡ്സ് ഓഫ് ഫിംഗർ, ഹാൻഡ്സ് ആൻഡ് ടോസ് അല്ലെ, നമ്മുടെ ഫിംഗേഴ്സിൽ, ഹാൻഡ്സിൽ, ടോസിലൊക്കെ കാണുന്ന റെഡിഷ് ടെൻഡർ ലീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ പൊങ്ങിയിരിക്കുക, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ലീഷനാണ് നമ്മൾ എന്ത് പറയുക? ഓസ്ലർ നോഡ് എന്ന് പറയുക. അപ്പൊ എന്താണ് ജെയിൻവേ ലീഷൻ? എന്താണ് ജെയിൻവേ ലീഷൻ? ജെയിൻവേ ലീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ ടെൻഡർ ആയിട്ടുള്ള നോഡുലാർ ലീഷനാണ് നമ്മൾ എന്ത് പറയുക? ജെയിൻവേ ലീഷൻ എന്ന് പറയുക. പെറ്റൊക്കെയാണെങ്കിലോ റെഡ് സ്പോട്ട്സ് ഓൺ ദ സ്കിൻ, നമ്മുടെ ചെറിയ ബ്ലീഡിങ്, ചെറിയ ക്യൂട്ടേനിയസ് ബ്ലീഡിങ് വന്നതിന് ശേഷം ചെറിയ റെഡ് സ്പോട്ട് നമ്മുടെ കൈകളൊക്കെ കാണാൻ കഴിയും. അതിനാണ് നമ്മൾ എന്ത് പറയുക? പെറ്റക്കിയ എന്ന് പറയുക. പെറ്റക്കിയ. നെക്സ്റ്റ് റോഡ് സ്പോട്ട് എന്താണ്? റെറ്റിനൽ ഹെമറേജ് ആണ്. ഇതൊരു മേജർ സൈൻ ആണ് കേട്ടോ. അതായത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഉള്ള പേഷ്യന് ഒരു മേജർ സൈൻ ആണ് എന്താ? നമ്മുടെ ഈ റോസ് സ്പോട്ട് കേട്ടോ. ഈ റോസ് സ്പോട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കിയാൽ സൈനോട്ടിക് ബേബി ഹാസ് എ ചെസ്റ്റ് എക്സ്റേ ആസ് ഷോൺ കേട്ടോ. ഒരു പേഷ്യന്റ്, ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. പുള്ളിയുടെ ചെസ്റ്റ് എക്സ്റേ ഇതുപോലെയാണ് നമുക്ക് ലഭിക്കുക കേട്ടോ. ദ പ്രോബബിൾ ഡയഗ്നോസിസ് ഈസ്, ഓപ്ഷൻ ഈസ് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. ഡയഗ്നോസിസ് അല്ല, പ്രോബബിൾ അബ്നോർമാലിറ്റി കേട്ടോ. പ്രോബബിൾ അബ്നോർമാലിറ്റി ആണ് കേട്ടോ. നോക്കിയേ, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്, ബോക്സ് ഷേപ്ഡ് ഹാർട്ട്, സ്നോമാൻ ഹാർട്ട്, ഓപ്ഷൻ ഡി നോർമൽ ഹാർട്ട്. നോക്കിക്കേ, എന്താണിത്? വളരെ സിമ്പിൾ ആണ്. നോക്കിയേ അല്ലേ, ഇതെന്താണ്? ഒരു ബൂട്ട് പോലെ ഇരിക്കുന്ന ഹാർട്ടാണ്. സോ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് എവിടെ കാണും നമ്മൾ പറഞ്ഞത്? ടോഫ് അല്ലെ. ടെട്രോളജി ഓഫ് ഫാലറ്റിലാണ് നമുക്ക് ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണാനായിട്ട് കഴിയുക കേട്ടോ. അപ്പൊ നോക്കിയേ, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് വിത്ത് an upturned cardiac apex due to right ventricular hypertrophy, കൂടാതെ കോൺകേവ് പൾമിനറി ആർട്ടറി സെഗ്മെന്റ്, അതായത് ഈ റൈറ്റ് വെൻട്രിക്കിളിന്റെ ഹൈപ്പർട്രോഫി കാരണമാണ് ഈ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ഉണ്ടാവുക. സാധാരണ ഇത് കാണുക ടെട്രോളജി ഓഫ് ഫാലറ്റ് ഉള്ള പേഷ്യൻസിനാണ്. നെക്സ്റ്റ് നോക്കിയേ, ദ ചൈൽഡ് ഷോൺ ബിലോ ഹാസ് വിച്ച് ഹാർട്ട് ഡിസീസ് കേട്ടോ. ഇങ്ങനെ ഉള്ള ഇമേജ് ഉള്ള ഒരു കുട്ടിക്ക് എന്ത് ഹാർട്ട് ഡിസീസ് ആയിരിക്കും കാണുക? ഓപ്ഷൻ എ AST, ഓപ്ഷൻ ബി പൾമിനറി പാർഷ്യൽ അനോമലസ് പൾമിനറി വീനസ് കണക്ഷൻ, PAPVC, കൂടാതെ ഓപ്ഷൻ സി PDA, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്, ഓപ്ഷൻ ഡി ടെട്രോളജി ഓഫ് ഫാലറ്റ്. ഇത് എന്ത് അബ്നോർമാലിറ്റി ആണ് ശരിക്ക്? ഇതൊരു മംഗ്ലോയിഡ് ഫീച്ചർ എന്ന് നമ്മൾ പറയാം. മംഗ്ലോയിഡ് ഫീച്ചർ ഇതിലെ കാണുക AST അല്ലെ, എട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിലാണ് നമുക്ക് ഈ മംഗ്ലോയിഡ് ഫീച്ചർ നമുക്ക് കാണാനായിട്ട് കഴിയുക. നോക്കിയേ, മംഗ്ലോയിഡ് സ്ലാൻഡ് ഓഫ് ഐസ് വിത്ത് സാഡിൽ നോസ് ആൻഡ് എ ഹാപ്പി പോസിംഗ് ബേബി അല്ലെ. നമ്മുടെ ബേബി എങ്ങനെയാണ്? ഒരു മംഗോളിയൻ ഷേപ്പ് ആണ് അല്ലെ, മംഗോളിഡ് സ്ലാൻഡ് ഓഫ് ഐസ് ആണ്. കൂടാതെ വിത്ത് സാഡിൽ നോസ് കേട്ടോ, സാഡിൽ നോസ്, കൂടാതെ ഹാപ്പി പോസിംഗ് ആയിട്ടുള്ള ബേബി എന്താണ്? പോയിന്റ് ടുവേഴ്സ് ഡൗൺ സിൻഡ്രോം വിച്ച് ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ASD അല്ലെ. ഡൗൺ സിൻഡ്രോം സാധാരണ അസോസിയേറ്റ് ചെയ്തു വരുന്ന കാർഡിയാക് ഡിഫക്റ്റ് എന്താണ്? ASD, എട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. അത് ഓസ്റ്റിയം പ്രൈമം ASD ആണ്. പിന്നെ അതുകൂടാതെ എൻഡോകാർഡിയൽ കുഷൻ ഡിഫക്റ്റ് കേട്ടോ. അപ്പം ഇതിലൊക്കെയാണ് സാധാരണ നമുക്ക് ഈ ഡൗൺ സിൻഡ്രോം അസോസിയേറ്റ് ചെയ്തു വരുന്ന ഡിസീസ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ASD, എട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയേ, മാർഷ്യൽ ആർട്സ് എക്സ്പോണന്റ് കംപ്ലൈൻസ് ഓഫ് ഡിസിനസ് ആൻഡ് സിങ്കോപ്പ് കേട്ടോ. ഒരു പേഷ്യന്റ് ഉണ്ട്, പുള്ളി മാർഷ്യൽ ആർട്സിലൊക്കെ എന്താണ് കൂടുതൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് ഡിസിനസ്, സിങ്കോപ്പ് കേട്ടോ. പേഷ്യന്റ് ഡിസിനസ് വരുന്നുണ്ട്, സിങ്കോപ്പ് ഒക്കെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. സോ ദ ECG ട്രേസിംഗ് ഈസ് ഗിവൺ ബിലോ. ദ ഡയഗ്നോസിസ് ഈസ് കേട്ടോ. എന്ത് ഡയഗ്നോസിസ് ആണ് ഇത്? ഓപ്ഷൻ എ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, ഓപ്ഷൻ ബി ഇസ് മോബിറ്റ്സ് ടൈപ്പ് 1 ഹാർട്ട് ബ്ലോക്ക്, ഓപ്ഷൻ സി ഈസ് മോബിറ്റ്സ് ടൈപ്പ് 2 ഹാർട്ട് ബ്ലോക്ക്, ഓപ്ഷൻ ഡി ഈസ് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. എന്താണ്? അതായത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു ഹാർട്ട് ബ്ലോക്ക് എന്ന് വെച്ചാൽ അതൊരു കണ്ടക്ഷൻ ഡിസ്റ്റർബൻസ് ആണ്. അവിടെ എന്തായിരിക്കും അബ്നോർമാലിറ്റി? PR ഇന്റർവൽ അല്ലെ, PR ഇന്റർവെല്ലായിരിക്കും അവിടെ അബ്നോർമാലിറ്റി. നോർമൽ PR ഇന്റർവൽ എത്രയാണ്? 0.1 to 0.2 സെക്കൻഡ് ആണ് നോർമൽ PR ഇന്റർവൽ അല്ലെ. അപ്പൊ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നോക്കിക്കേ, ഇവിടെ PR ഇന്റർവെല് ഇതാണ്. PR ഇന്റർവെൽ അതായത് P വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ QRS കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർ. നോക്കിയേ, ഇതാണ് ഇവിടുത്തെ PR ഇന്റർവെല്. ഇവിടുത്തെ PR ഇന്റർവെൽ നോക്കിയേ ഇതാണ്. ഇവിടുത്തെ PR ഇന്റർവെൽ നോക്കിയേ ഇതാണ്. ഇവിടെ PR ഇന്റർവെല് ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹാർട്ട് ബീറ്റ് മിസ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് PR ഇന്റർവെൽ എങ്ങനെ സംഭവിക്കുക? ഗ്രാജുവൽ പ്രൊലോങ്ങേഷൻ ഓഫ് PR ഇന്റർവെൽ ആൻഡ് there is a
ഡ്രോപ്പിംഗ് ഓഫ് QRS കോംപ്ലക്സ്. അത് ഏത് കണ്ടീഷനിലാണ് കാണുക? അത് കാണുക ഈ മോബിഡ്സ് ടൈപ്പ് 1 ഹാർട്ട് ബ്ലോക്ക് അല്ലെ, അതായത് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ടൈപ്പ് 1-ലാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഗ്രാജുവൽ പ്രൊലോങ്ങേഷൻ ഓഫ് ഹാർട്ട് ബ്ലോക്ക്, പ്രൊലോങ്ങേഷൻ ഓഫ് PR ഇന്റർവെൽ വിത്ത് 1 മിസ്ഡ് QRS കോംപ്ലക്സ് അല്ലെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. മോബിഡ്സ് ടൈപ്പ് 1 ഹാർട്ട് ബ്ലോക്ക് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കിയാൽ ഡ്യൂ ടു ഇന്റൻസ് ട്രെയിനിങ് ഇൻ മാർഷൽ ആർട്സ് ദീസ് അത്ലറ്റ്സ് ആർ അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ മോബിഡ്സ് ടൈപ്പ് 1 ഹാർട്ട് ബ്ലോക്ക് അല്ലെ. there is gradual onset of progression of PR interval in the first 4 cardiac cycles counting from left followed by a dropped beat. അതായത് 4 ഗ്രാജുവൽ പ്രൊലോങ്ങേഷൻ ഓഫ് PR ഇന്റർവെൽ ഉണ്ടായിരുന്നു, പിന്നീട് ഒരെണ്ണം ഒരു മിസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോപ്ഡ് ആയിട്ടുള്ള ഒരു ബീറ്റും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് among the following pattern is associated with the given ECG finding. കേട്ടോ, ഈ തന്നിരിക്കുന്ന ECG ഫൈൻഡിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ECG പാറ്റേൺ നമുക്ക് ഏത് ഡിസീസ് കണ്ടീഷനിലാണ് കാണാൻ കഴിയുക? ഓപ്ഷൻ ഈസ് ഹൈപ്പോതെർമിയ ആൻഡ് ഹൈപ്പർ കാൽഷ്യമീയ. ഓപ്ഷൻ ബി ഈസ് ഹൈപ്പർതെർമിയ ആൻഡ് ഹൈപ്പോനട്രീമിയ. ഓപ്ഷൻ സി ഈസ് ഹൈപ്പർതെർമിയ ആൻഡ് ഹൈപ്പോകലീമിയ. ഓപ്ഷൻ ഡി ഈസ് ഹൈപ്പോതെർമിയ ആൻഡ് ഹൈപ്പർ കലീമിയ. ഏതിലാണ് എന്താ ഈ ഓസ്ബോൺ വേവ്? കേട്ടോ, ഓസ്ബോൺ വേവ് നമുക്ക് കാണാൻ കഴിയുക എവിടെയാണ്? ഓസ്ബോൺ വേവ് സാധാരണ നമുക്ക് കാണാൻ കഴിയുക ഹൈപ്പോതെർമിയ കൂടാതെ ഹൈപ്പർ കാൽഷ്യമീയയിൽ നമുക്ക് ഈ ഓസ്ബോൺ വേവ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പം ഓപ്ഷൻ എ ഹൈപ്പോതെർമിയ ആൻഡ് ഹൈപ്പർ കാൽഷ്യമീയ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഈ ഓസ്ബോൺ വേവിന് വേറെയും ഒരു പേരുണ്ട്, എന്താണ്? ഓൾസോ നോൺ ആസ് ജെ വേവ്. കേട്ടോ, ഈ ഓസ്ബോൺ വേവിന്റെ വേറൊരു പേര് എന്താണ്? ഓസ്ബോൺ വേവിന്റെ വേറൊരു പേരാണ് ജെ വേവ്. കേട്ടോ, ഓസ്ബോൺ വേവിന്റെ വേറൊരു പേരാണ് ജെ വേവ്. എന്താണ് ജെ വേവ് എന്ന് പറഞ്ഞാൽ? മാനിഫെസ്റ്റ് ആസ് പോസിറ്റീവ് ഡിഫ്ലക്ഷൻ അറ്റ് ദ ജെ പോയിന്റ്. കേട്ടോ, ജെ പോയിന്റിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആണ് ഈ ഓസ്ബോൺ വേവ് എന്ന് പറയുക. എന്താണ് ജെ പോയിന്റ്? ജംഗ്ഷൻ ബിറ്റ്വീൻ QRS കോംപ്ലക്സ് ആൻഡ് ST സെഗ്മെന്റ് അല്ലേ, അതായത് ഈ P വേവ് QRS കോംപ്ലക്സ് T വേവ് അല്ലെ. അപ്പം ഈ QRS കോംപ്ലക്സും ST സെഗ്മെന്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന, കേട്ടോ, QRS കോംപ്ലക്സും ST സെഗ്മെന്റുമായിട്ട് ജോയിൻ ചെയ്ത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇതിനാണ് നമ്മൾ ജെ പോയിന്റ് എന്ന് പറയുക. സോ അവിടെ ഒരു പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്? അതിനെ പറയുന്ന പേരാണ് ഓസ്ബോൺ point. Osborn point. So in hypothermia, the presence of Osborn waves is a strong indicator of the severity of the condition and can be a predictor of വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. കേട്ടോ, വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ് ഈ ഓസ്ബോൺ വേവ്സ് വന്നു കഴിഞ്ഞാൽ. കൂടാതെ ഹൈപ്പർ കാൽഷ്യമia ദേ ക്യാൻ ബി എ സൈൻ ഓഫ് സിവിയർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. കേട്ടോ, അതായത് പേഷ്യന്റ് ഹൈപ്പർ കാൽഷ്യമia ഉണ്ടെങ്കിലും ഈ ഓസ്ബോൺ വേവ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് കൂടി ഓർക്കാം. ഐഡന്റിഫൈ ദ പ്രൊസീജിയർ പെർഫോംഡ് ഫ്രം ദ ഗിവൺ ഇമേജ്. കേട്ടോ, ഇത് എന്ത് പ്രൊസീജിയർ ആണ് ഈ ഇമേജിൽ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ IABP, ഓപ്ഷൻ ബി CABG, ഓപ്ഷൻ സി ഹോൾട്ടർ മോണിറ്റർ, ഓപ്ഷൻ ഡി PCI പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ. നോക്കിക്കേ, നമ്മള് ഹോൾട്ടർ മോണിറ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ, അപ്പൊ അതല്ല അല്ലേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു PCI പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ, അത് എവിടെയാ ചെയ്യുക? കൊറോണറി ആർട്ടറിയിലാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നോക്കിയേ, എവിടെയാ ചെയ്തേക്കുന്നത്? ഇവിടെ ചെയ്തേക്കുന്നത് നമ്മുടെ അയോട്ടയിൽ അല്ലെ, അയോട്ടയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, അപ്പം PCIയും അല്ല. നെക്സ്റ്റ് CABG നമുക്കറിയാം, നമ്മൾ ഒരിക്കലും അയോട്ടയിൽ ചെയ്യില്ല. അവിടെ നിന്നാണ് കൊറോണറി ആർട്ടറീസിനെയാണ് നമ്മൾ ബൈപ്പാസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? IABP അല്ലെ. IABPക്ക് വേറൊരു പ്രാധാന്യമുണ്ട്. എന്താണ് IABP എന്ന് പറഞ്ഞാല്? ഇൻട്രാ അയോട്ടിക് അല്ലെ. നോക്കിയേ, IABP എന്ന് പറഞ്ഞാൽ ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അയോട്ടയിലേക്ക്, കേട്ടോ, ഇത് അയോട്ടയാണ്, അയോട്ടയിലേക്ക് നമ്മളൊരു ബലൂണ് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലെ. ബലൂൺ ഇൻസേർട്ട് ചെയ്തിട്ട് അത് എപ്പോഴാണ്? ഡയാസ്റ്റോളിന്റെ സമയത്ത് ഈ ബലൂണ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. എന്തിനാണ്? കൊറോണറി ആർട്ടറീസിന് ആവശ്യത്തിന് പെർഫ്യൂഷൻ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഈ IABP യൂസ് ചെയ്യുന്നത്. പേഷ്യന്റ് ഷോക്ക് അല്ലെങ്കിൽ പേഷ്യന്റ് കാർഡിയക് പെർഫ്യൂഷൻ ഒക്കെ കുറവായിരിക്കുന്ന സമയത്താണ് നമ്മൾ സാധാരണ ഈ IABP നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓർക്കുക. അപ്പൊ ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് ഇസ് എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് ഇൻക്രീസസ് ദ മയോകാർഡിയൽ ഓക്സിജൻ പെർഫ്യൂഷൻ. കേട്ടോ, നമ്മുടെ മയോകാർഡിയത്തിന്റെ ഓക്സിജൻ പെർഫ്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ഇൻഡയറക്ട്ലി ഇൻക്രീസസ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ത്രൂ ആഫ്റ്റർ ലോഡ് റിഡക്ഷൻ. കേട്ടോ, നമ്മുടെ ആഫ്റ്റർ ലോഡ് റെഡ്യൂസ് ചെയ്തിട്ട് എന്താണ്? കാർഡിയാക് ഔട്ട്പുട്ട് അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇൻട്രാ അയോട്ടിക്. കേട്ടോ, ഇൻട്രാ അയോട്ടിക് ബലൂൺ
പമ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ ഐഡന്റിഫൈ ദ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റി ഫ്രം ദ ഗിവൺ ECG ഫൈൻഡിങ് കേട്ടോ. ഈ തന്നിരിക്കുന്ന ECG ഫൈൻഡിങ്ങിൽ നിന്ന് എന്ത് ECG അബ്നോർമാലിറ്റി ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നോക്കുക. നോക്കിയേ, ST സെഗ്മെന്റ് ഡിപ്രഷൻ ഉണ്ട്, പിന്നെ ടി വേവ് ഫ്ലാറ്റ് ആണ്. നോർമലി ടി വേവ് ഇങ്ങനെ വരിക, പക്ഷെ ഇവിടെ ഫ്ലാറ്റ് ആണ്. ഇവിടെ പ്രൊലോങ്ഡ് QT അല്ലെ, QT പ്രൊലോങ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊലോങ്ങേഷൻ ഓഫ് QT വരിക ഹൈപ്പോ കാൽഷ്യമയിലാണ്, പക്ഷെ ഇവിടെ അതില്ല. ഓപ്ഷൻ എ ഹൈപ്പോ കലീമിയ, ഓപ്ഷൻ ബി ഇസ് ഹൈപ്പർ കലീമിയ, ഓപ്ഷൻ സി ഇസ് ഹൈപ്പോനെട്രീമിയ, ഓപ്ഷൻ ഡി ഇസ് ഹൈപ്പർ നെട്രീമിയ. ഏതായിരിക്കും? അതായത് ഹൈപ്പോ കലീമിയയിൽ ഞാൻ പറഞ്ഞു യു വേവ് ഉണ്ടാകും അല്ലെ, ഇവിടെ പക്ഷെ നോക്കിയേ യു വേവ് ഉണ്ട് അല്ലെ, യു വേവ് ഉണ്ട്. ഹൈപ്പർ കലീമിയ ആണെങ്കിൽ ഫ്ലാറ്റൻഡ് ടി വേവ് ആയിരിക്കും, പക്ഷെ ഫ്ലാറ്റൻഡ് അല്ല, സോറി, പീക്കൻഡ് ടി വേവ് ആയിരിക്കും. ഇവിടെ ഫ്ലാറ്റ് ടി വേവ് ആണ്, അപ്പം ഹൈപ്പർ കലീമിയ അല്ല. പിന്നെ എന്തായിരിക്കും? ഹൈപ്പോനെട്രീമിയ, ഹൈപ്പർനെട്രീമിയ. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഹൈപ്പോകലീമിയ. ഞാൻ പറഞ്ഞു ഹൈപ്പോനെട്രീമിയ, അതായത് സോഡിയത്തിന്റെ അബ്നോർമാലിറ്റീസ് കൊണ്ട് വലിയ ECG ചേഞ്ചസ് വലുതായിട്ട് വരാറില്ല. അപ്പൊ എന്താണ്? ഹൈപ്പോകലീമിയ. പേഷ്യന് പ്രോമിനന്റ് ആയിട്ടുള്ള യു വേവ് ഉണ്ട്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്? ഹൈപ്പോകലീമിയ. അതായത് can manifest as flattened അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ടി വേവ്, പിന്നെ ST ഡിപ്രഷൻ ആൻഡ് അപ്പിയറൻസ് ഓഫ് പ്രോമിനന്റ് യു വേവ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈപ്പോകലീമിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഇസ് അഡോപ്റ്റഡ് ഫോർ അൺസ്റ്റേബിൾ പേഷ്യന്റ് വിത്ത് ദ ഗിവൺ ECG ഫൈൻഡിങ് കേട്ടോ. ഇവിടെ ഒരു പേഷ്യന്റെ ECG ഫൈൻഡിങ് തന്നിട്ടുണ്ട്, പേഷ്യന്റ് നോക്കിയേ അൺസ്റ്റേബിൾ ആണ് കേട്ടോ, അൺസ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മള് എന്ത് ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്, എന്ത് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക? എന്തായിരിക്കും? നോക്കിയേ, ഇവിടെ ECG നോക്കിയേ, എവിടെയാണ് അബ്നോർമാലിറ്റി വന്നിരിക്കുന്നത്? QRS പെർഫെക്റ്റ് ആണ് അല്ലേ. അപ്പൊ എന്താണ്? P വേവിനാണ് ഇവിടെ അബ്നോർമാലിറ്റി വന്നിരിക്കുന്നത്. എന്ത് P വേവ് ആണിത്? ഇത് എന്ത് P വേവ് ആണ്? ഇത് സോ ടൂത്ത് അപ്പിയറൻസ് ആണല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? പേഷ്യന് എട്രിയൽ ഫ്ലട്ടർ ആണ് അല്ലെ, പേഷ്യന് എട്രിയൽ ഫ്ലട്ടർ ആണ്. പിന്നെ പറയുന്നുണ്ട് എട്രിയൽ ഫ്ലട്ടർ ആണ്, പക്ഷെ പേഷ്യന്റ് അൺസ്റ്റേബിൾ ആണ് അല്ലെ, അൺസ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? അൺസ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ സാധാരണ നേരെ പോകുന്നത് കാർഡിയോ വെർഷൻ അല്ലെ, കാർഡിയോ വെർഷനിലേക്കാണ് പോവുക അല്ലെ. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ കാർഡിയോ വെർഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പേഷ്യന് എട്രിയൽ ഫ്ലട്ടർ ആണ്. സോ ദ ഗിവൺ ഇമേജ് റെപ്രസെന്റ്സ് എന്താണ്? എട്രിയൽ ഫ്ലട്ടർ. സോ എമർജൻസി മാനേജ്മെന്റ് ഫോക്കസ് ഓൺ സ്റ്റെബിലൈസിംഗ് ദ പേഷ്യന്റ് ആൻഡ് റീസ്റ്റോറിംഗ് എ നോർമൽ ഹാർട്ട് റിതം കേട്ടോ. പേഷ്യന്റ് എന്ത് ചെയ്യുക? സ്റ്റെബിലൈസ് ചെയ്യുക, ഒരു ഹാർട്ട് റേറ്റ് നോർമൽ ആയിട്ട് റീസ്റ്റോർ ചെയ്യുക. സോ ഇലക്ട്രിക്കൽ കാർഡിയോവേർഷൻ ഇസ് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി ടു ബി ഫോളോഡ്. ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ട എന്താണ്? ഇലക്ട്രിക്കൽ കാർഡിയോവേർഷൻ കേട്ടോ. ഇലക്ട്രിക്കൽ കാർഡിയോവേർഷൻ ആണ് നമ്മൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന. കാരണം പേഷ്യന്റ് എന്താണ്? പേഷ്യന്റ് അൺസ്റ്റേബിൾ ആണ്. സോ ഇൻ സ്റ്റേബിൾ പേഷ്യൻസ് കേട്ടോ, പേഷ്യന്റ് സ്റ്റേബിൾ ആണെങ്കിൽ മെഡിക്കേഷൻസ് ലൈക്ക് ബീറ്റ ബ്ലോക്കേഴ്സ്, പിന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് മേ ബി യൂസ് ടു മാനേജ് ദ ഹാർട്ട് റേറ്റ്, വൈൽ ആന്റി അരിത്മിക്സ് ക്യാൻ ഹെൽപ്പ് കൺവേർട്ട് ദ റിതം ബാക്ക് ടു നോർമൽ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പേഷ്യന്റ് അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ് നമ്മൾ കാർഡിയോ വെർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ കാർഡിയാക് ഡിഫക്ട് ഫ്രം ദ ചെസ്റ്റ് എക്സ്റേ ഗിവൺ ബിലോ കേട്ടോ. ഈ ചെസ്റ്റ് എക്സ്റേയിൽ എന്ത് കാർഡിയാക് ഡിഫക്റ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുക? ഓപ്ഷൻ എ ഇസ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ഓപ്ഷൻ ബി ഇസ് ടോഫ് ടെട്രോളജി ഓഫ് ഫാലറ്റ്, ഓപ്ഷൻ സി ഇസ് AST, ഓപ്ഷൻ ഡി ഇസ് VST. എന്താണ്? നമുക്ക് ടോഫ് ആണെങ്കിൽ നമുക്കറിയാം ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? അതായത് നമ്മളെ എക്സ്റേക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. അതായത് നമ്മുടെ എക്സ്റേസിൽ എയർ ഉണ്ട് എങ്കിൽ അവിടെ ഡാർക്ക് ആയിട്ട് കാണും അല്ലേ, ഇതുപോലെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് കാണേണ്ടതാണ്. പക്ഷെ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഒരു വൈറ്റ് പാച്ച് അല്ലെങ്കിൽ വൈറ്റ് പാറ്റേൺ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക അല്ലേ. സോ ഇവിടെ എന്താണ്? ഫ്ലൂയിഡ് നിറഞ്ഞു വരുന്നത് ഏതിലാണ്? കാർഡിയാക് ഫെയിലിയർ അല്ലെ, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിലാണ് നമുക്ക് എന്താണ്? ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് വരിക. അപ്പം ഒരു ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് എക്സ്റേയിൽ ഒരു ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ഉണ്ട്. ചെസ്റ്റ് എക്സ്റേ എന്ന് പറഞ്ഞാൽ ഫീച്ചർ ഓഫ് എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആൻഡ് പൾമിനറി എഡിമ. പേഷ്യന്റ് എന്താണ്? ഞാൻ പറഞ്ഞു അവിടെ ലങ്സ് പ്രോപ്പർ ആയിട്ട് വിസിബിൾ അല്ല, അല്ലെങ്കിൽ ലങ്സിന്റെ പ്രോപ്പർ ആയിട്ട് നോർമലി കിട്ടുന്ന ഡാർക്ക്നെസ് അവിടെ കാണുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ലങ്സിൽ ഫ്ലൂയിഡ് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? പേഷ്യന്റ് പൾമിനറി എഡിമ ഉണ്ട്, കൂടാതെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. അതായത് വേർ ഫ്ലൂയിഡ് അക്യുമുലേറ്റ്സ് ഇൻ ദ എയർ സാക്സ് അല്ലെങ്കിൽ ആൽവിയോളയിൽ എന്താണ്? ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും ഓഫ് ദ ലങ്സ്, ഇൻക്രീസിംഗ് ദ ഡെൻസിറ്റി ഓൺ ഇമേജിംഗ് കേട്ടോ. അപ്പൊ പേഷ്യന്റ് എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. നെക്സ്റ്റ് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. ഐഡന്റിഫൈ ദ ഇമേജ് ഗിവൺ ബിലോ. ഇത് എന്തിന്റെ ഇമേജ് ആണ് ഈ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ഇസ് AED. എന്താണ് AED? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഓപ്ഷൻ ബി എന്താണ്?
കാർഡിയാക് മോണിറ്റർ, ഓപ്ഷൻ സി ഇസ് DBT പമ്പ്, ഓപ്ഷൻ ഡി ഇസ് ഡീഫിബ്രിലേറ്റർ. ഇതെന്താണ്? ഇതൊരു ഡീഫിബ്രിലേറ്റർ ആണോ? ഡീഫിബ്രിലേറ്റർ ആണെങ്കിൽ അതിനൊരു പാഡിൽസ് ഒക്കെ ഉണ്ടാവണം അല്ലെ? DBT പമ്പ് ആണോ? നമ്മൾ സാധാരണ DBT വരാതെ പ്രിവെന്റ് ചെയ്യുന്ന സാധനമാണോ? നമ്മളിങ്ങനെ കാലിലൊക്കെ കെട്ടിവെക്കുന്ന സാധനം? അല്ല. കാർഡിയാക് മോണിറ്റർ ആണോ? അല്ല. അപ്പൊ എന്താണ് ഇത്? ഇതൊരു AED ആണ്, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആണ്. സാധാരണ എയർപോർട്ടില് പിന്നെ പുറം രാജ്യങ്ങളിലൊക്കെ പബ്ലിക് പ്ലേസിലൊക്കെ കാണുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുക. എന്താണ് സംഗതി? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഹാർട്ടിന്റെ റിതം അനലൈസ് ചെയ്യുകയും അതിന്റെ ശേഷം ആവശ്യം ഉള്ള സമയത്ത് പേഷ്യന്റ് ഹാർട്ട് റേറ്റ് അബ്നോർമൽ ആണ് എങ്കിൽ, റിതം അബ്നോർമൽ ആണ് എങ്കിൽ ഡീഫിബ്രിലേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കുന്ന ഡിവൈസ് ആണ് ഈ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുക കേട്ടോ. സോ AED is a portable electronic device that automatically diagnoses the life threatening cardiac arrhythmia കേട്ടോ. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കാർഡിയാക് അരത്മിയാസ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആൻഡ് പൾസ്ലെസ് വെൻട്രിക്കുലർ ടക്കികാർഡിയ. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിവറിങ് ഇലക്ട്രിക് ഷോക്ക് ആൻഡ് റീസ്റ്റോറിങ് നോർമൽ റിതം കേട്ടോ. അതായത് ആവശ്യത്തിന് ഉള്ള ഇലക്ട്രിക്കൽ ഷോക്ക് പേഷ്യന്റിന് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നോർമൽ റിതം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ AED അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കാർഡിയോളജിയിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരിക. വളരെ നന്നായിട്ട് കേട്ടോ, വളരെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. എക്സാമിന് അധികം ദിവസമില്ല, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.